ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു എജുമിയിലേക്ക് ഒരിക്കൽ കൂടെ സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ഇനി പഠിക്കാനുള്ളത് ബ്ലോക്ക് 3യിൽ തന്നെ യൂണിറ്റ് 2 ആണ് അല്ലേ. ബ്ലോക്ക് 3യിലെ യൂണിറ്റ് 2 ഏതാണ്? യൂണിറ്റ് 2 മൻസബ്ദാരി ആൻഡ് ജാഗിർദാരി സിസ്റ്റം. അപ്പോൾ ഇന്ത്യയിലെ എന്താ പറയുക, മൻസബ്ദാരി എന്ന് പറഞ്ഞ സിസ്റ്റം ഉണ്ടായിരുന്നു, അതുപോലെ ജാഗിർദാരി എന്ന് പറഞ്ഞ 2 സിസ്റ്റങ്ങൾ ഉണ്ടായിരുന്നു. ഈ 2 സിസ്റ്റങ്ങളെ കുറിച്ചാണ് നമ്മൾ ഇപ്രാവശ്യം പഠിക്കാൻ പോകുന്നത്. നമുക്ക് എന്ത് ചെയ്യാം, എന്താണ് മൻസബ്ദാരി അതുപോലെ എന്താണ് ജാഗിർദാരി എന്ന് നമുക്ക് ജസ്റ്റ് ഇങ്ങനെ പറഞ്ഞു പോകാം. നമുക്ക് ജസ്റ്റ് നോക്കാം. മൻസബ്ദാരി എന്ന് പറഞ്ഞാലേ, മൻസബ് കാണുന്നുണ്ടല്ലോ അല്ലേ. മൻസബ്ദാരി എന്ന് പറഞ്ഞാലേ എന്താ വെച്ചാൽ റവന്യൂ കളക്ഷൻ സിസ്റ്റമാണ്, ഒരു വരുമാനം കളക്ട് ചെയ്യുന്ന ഒരു സിസ്റ്റമാണ്. വേർ ലോക്കൽ ചീഫ്സ് ഓർ ഇന്റർമീഡിയറ്റ്സ് എന്ന് പറഞ്ഞാൽ ഒരു നാട്ടുമൂപ്പൻ ഉണ്ടാവും, ഒരു നാട്ടുമൂപ്പൻ. ആ നാട്ടുമൂപ്പൻ എന്ത് ചെയ്യും, നികുതികൾ കർഷകരിൽ നിന്ന് എന്ത് ചെയ്യും, സ്വീകരിക്കുകയും ഒരു ഫിക്സഡ് എമൗണ്ട് സ്റ്റേറ്റിന് കൈമാറും. അപ്പോൾ ഒരു നാട്ടുമൂപ്പൻ എന്ത് ചെയ്യും, നമുക്ക് ജസ്റ്റ് മലയാളത്തിൽ എഴുതാ, നാട്ടുമൂപ്പന് ടാക്സ് എന്ത് ചെയ്യും, ജനങ്ങളിൽ നിന്ന് കളക്ട് ചെയ്യും. ആരിൽ നിന്ന്? കർഷകരിൽ നിന്ന് കർഷകരിൽ നിന്ന് കളക്ട് ചെയ്യും. കാട്ടുമൂപ്പനല്ല, ഒരു നാട്ടിലെ മൂപ്പൻ ടാക്സ് കർഷകരിൽ നിന്ന് കളക്ട് ചെയ്യും. എന്നിട്ട് അത് എന്ത് ചെയ്യും, അത് ഒരു നിശ്ചിത തുക സ്റ്റേറ്റിന്, ഒരു രാജ്യം അല്ലെങ്കിൽ അവിടുത്തെ സ്റ്റേറ്റ് ആരാണോ അതിനെന്ത് ചെയ്യും, കൈമാറും. ബാക്കിയുള്ള വരുമാനം സ്വന്തം കീശയിലേക്ക് കൊണ്ടുപോകും ചെയ്യും. ഇതാണ് മൻസബ്ദാരി സിസ്റ്റം. ഇത് മനസ്സിലാവാത്ത ആരുമില്ലല്ലോ. നമുക്ക് ജസ്റ്റ് ഇങ്ങനെ പറഞ്ഞു പോയാലാണ് എന്താ സാധനം മനസ്സിലാവുള്ളൂ. അപ്പോൾ മൻസബ്ദാരി മനസ്സിലായല്ലോ അല്ലേ. മൻസബ്ദാരി മനസ്സിലായി, കറക്റ്റ്. മൻസബ്ദാരിയുടെ ഒരു സാധനം മനസ്സിലായി. എ റവന്യൂ കളക്ഷൻ സിസ്റ്റം വേർ ലോക്കൽ ചീഫ്സ്, അവൾക്ക് എന്താ പറയാ, മന്ദബ്ദാർ എന്നാട്ടോ ഓലെ പേരാ. കളക്ട് ചെയ്യുന്ന ആളെ പേര് മന്ദബ്ദാർ. അപ്പോൾ മന്ദബ്ദാറുകൾ എന്ത് ചെയ്യും, കർഷകരിൽ നിന്ന് ടാക്സ് സ്വീകരിക്കുകയും ആ ടാക്സിൽ നിശ്ചിത വരുമാനം സ്റ്റേറ്റിന് കൈമാറുകയും ബാക്കി സ്വന്തം കീശയിലേക്ക് എടുത്തു വെക്കുകയും ചെയ്യുന്ന ഒരു സിസ്റ്റമാണ് മൻസബ്ദാരി സിസ്റ്റം. മനസ്സിലാവാത്ത ആരുമില്ലല്ലോ. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യാം, ജാഗിർദാരി സിസ്റ്റം കൂടി പറഞ്ഞിട്ട് പാഠത്തിലേക്ക് അടക്കാം. അങ്ങനെ 2 ആമുഖം നമുക്ക് പറഞ്ഞതോടുകൂടി നമുക്ക് എന്താണ് കാര്യങ്ങൾ എന്നുള്ളത് ക്ലിയർ ആയിട്ട് മനസ്സിലാവും. ഇനി നമുക്ക് പറയാനുള്ളത് ജാഗിർദാരി സിസ്റ്റം. ഇത് ചിലപ്പോൾ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, ജാഗിർദാരി സിസ്റ്റം. എന്താണ് ജാഗിർദാരി സിസ്റ്റം എന്ന് പറഞ്ഞാൽ സിസ്റ്റം വേർ ലാൻഡ്, ഒരു ഭൂമി, ആ ഭൂമി എന്ത് ചെയ്യുക, ചില എന്താ പറയാ പ്രഭുക്കന്മാർക്ക് നൽകുക. ലാൻഡിന് പറയുന്ന പേരാണ് ജാഗിർ. ഈ ലാൻഡ് എന്ത് ചെയ്യും, ചില പ്രഭുക്കന്മാർക്ക് നൽകും, നോബിൾസ് പ്രഭുക്കന്മാർക്ക് നൽകും. സ്റ്റേറ്റ് ആണ് നൽകുക. അപ്പോൾ സ്റ്റേറ്റ്, ഒരു രാജ്യം ഭൂമി എന്ത് ചെയ്യും, ആർക്ക് നൽകും, ചില രാജാക്കന്മാർക്ക്, ചില പ്രഭുക്കന്മാർക്ക് നൽകും. എന്നിട്ട് എന്ത് ചെയ്യും, അവരെന്ത് ചെയ്യും, ആ ഭൂമിയിൽ നിന്ന് എന്ത് ചെയ്യും, ആ ഭൂമിയിൽ നിന്ന് വരുമാനങ്ങൾ കളക്ട് ചെയ്യുകയും എന്നിട്ട് എന്ത് ചെയ്യും, ഇൻ എക്സ്ചേഞ്ച് ഫോർ മിലിറ്ററി ഓർ അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ്. എന്നിട്ട് ഈ പ്രഭുക്കന്മാരില്ലേ, ഈ പ്രഭുക്കന്മാർ രാജാക്കന്മാർക്ക് എന്ത് ചെയ്യും, സൈനിക സേവനങ്ങൾ നൽകും. മനസ്സിലായിട്ടില്ലെങ്കിൽ ഒന്നുകൂടി പറഞ്ഞുതരാം. അതായത് സ്റ്റേറ്റ് എന്ത് ചെയ്യും, സ്റ്റേറ്റ് ഭൂമി എന്ത് ചെയ്യും, ഈ പ്രഭുക്കന്മാർക്ക് നൽകും. ഈ പ്രഭുക്കന്മാര് ഈ സ്റ്റേറ്റിന് എന്ത് ചെയ്യും, സൈനിക സേവനവും നൽകും. ഇതിനാണ് ജാഗിർദാരി സിസ്റ്റം എന്ന് പറയുക. ക്ലിയർ ആണല്ലോ. ഓക്കെ, നമുക്ക് പാഠത്തിലേക്ക് ഒന്ന് പോയേക്കാം. ഇത് ജസ്റ്റ് പറഞ്ഞ എന്തിനാ വെച്ചാൽ നിങ്ങൾക്ക് എന്താണ് ഈ ജാഗിർദാരി അതുപോലെ മൻസബ്ദാരി എന്നത് എന്താണെന്ന് മനസ്സിലായാലേ നമ്മൾ മുന്നോട്ട് പോയിട്ട് കാര്യമുള്ളൂ. അല്ലെ ഞാൻ ജസ്റ്റ് ഇങ്ങനെ മൻസബ്ദാരി ജാഗിർദാരി എന്നൊക്കെ ഇങ്ങനെ ഒച്ചുണ്ടാക്കും എന്നല്ലാതെ ചിലപ്പോൾ മനസ്സിലായിക്കൊള്ളുന്നില്ല. ലെറ്റ്സ് കണ്ടിന്യൂ അല്ലേ. മൻസബ്ദാരി അതുപോലെ ജാഗിർദാരി സിസ്റ്റം. നമുക്ക് ആദ്യം ജാഗിർദാരി സിസ്റ്റം പറയാം. ഓക്കെ, എന്താണ് ജാഗിർദാരി സിസ്റ്റം?
Jagirdaari system. The Jagirdaari system was a complex socio-economic and political structure in pre-colonial and early colonial India. അപ്പോൾ ഈ ജാഗിർദാരി സിസ്റ്റം എപ്പോഴാണ് ഉണ്ടായിരുന്നത്? കൊളോണിയൽ കാലത്തിൻ്റെ മുമ്പേ. ഒന്ന് നോട്ട് ചെയ്യുക, കൊളോണിയൽ കാലത്തിൻ്റെ മുമ്പേ. അതുപോലെ കൊളോണിയൽ കാലത്തിൻ്റെ ആദ്യ സമയത്തും. അപ്പൊ ജാഗിർദാരി സിസ്റ്റം ഉണ്ടായിരുന്നത് കൊളോണിയൽ കാലത്തിന്റെ മുന്നേയും അതുപോലെ കൊളോണിയൽ കാലഘട്ടത്തിന്റെ ആദ്യ സമയത്തൊക്കെ ആയിരുന്നു ഈ ജാഗിർദാരി സിസ്റ്റം ഉണ്ടായിരുന്നത്. ജാഗിർദാരി സിസ്റ്റം എന്ന് പറഞ്ഞാൽ കോംപ്ലക്സ് സോഷ്യോ എക്കണോമിക് ആൻഡ് പൊളിറ്റിക്കൽ സ്ട്രക്ചർ. ഇത് ഒരു സാമൂഹിക, സാമ്പത്തിക, രാഷ്ട്രീയ ഒരു ഘടനയാണ് ഈ ജാഗിർദാരി സിസ്റ്റം എന്ന് പറയുന്നത്. ജാഗിർദാരി സിസ്റ്റം എന്ന് പറഞ്ഞാൽ was a complex socio-economic and political structure. ഒരു സങ്കീർണമായ സാമൂഹിക, സാമ്പത്തിക, രാഷ്ട്രീയ ഘടനയാണ് ഈ ജാഗിർദാരി സിസ്റ്റം എന്ന് പറയുന്നത്. ക്ലിയർ ആണല്ലോ? ഓക്കെ. ഇത് ഈ ജാഗിർദാരി എന്നുള്ള വേർഡ് എവിടുന്നാ വന്നത്? ജാഗിർ എന്ന് പറയുന്ന പേർഷ്യൻ വേർഡിൽ നിന്നാണ് ജാഗിർദാരി എന്നുള്ള വേർഡ് ഉത്ഭവം കൊണ്ടത്. ഓക്കെ, ജാഗിർ ഇത് പേർഷ്യൻ വേർഡാണ്. ഇതിൻ്റെ അർത്ഥം ഭൂമി എന്നാണ് അർത്ഥം കേട്ടോ. ഭൂമി എന്നാണ് ഇതിൻ്റെ അർത്ഥം. മനസ്സിലായി? ഇറ്റ് വാസ് എ ഫ്യൂഡൽ ലാൻഡ് ടെന്നർ. ഇത് ഒരു ഭൂപരിഷ്കരണ സിദ്ധാന്തം ആയിരുന്നു, ഭൂപരിഷ്കരണ സെറ്റപ്പ് ആയിരുന്നു. വേർ ഗ്രാൻസ് വേർ മെയ്ഡ് ടു മിലിറ്ററി ലീഡേഴ്സ് ആൻഡ് നോബിൾസ് ഫോർ ദർ സർവീസസ്. നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, സ്റ്റേറ്റ് എന്ത് ചെയ്യും? പ്രഭുക്കന്മാർക്ക് ഭൂമി നൽകും. പ്രഭുക്കന്മാർ സ്റ്റേറ്റിന് എന്ത് ചെയ്യും? സൈനിക സേവനങ്ങൾ പകരം നൽകും. ഇങ്ങനെയുള്ള ലാൻഡ് ടെന്നർ സിസ്റ്റം ആയിരുന്നു ഈ ജാഗിർദാരി സിസ്റ്റം. ഓക്കെ, നിങ്ങൾക്ക് മലയാളം ജസ്റ്റ് റീഡ് ചെയ്യാൻ വേണമെങ്കിൽ, ജാഗിർ എന്ന പേർഷ്യൻ ഭാഷയിൽ എന്ന വാക്കിൽ നിന്നാണ് ഉത്ഭവിച്ചത്. സൈനിക നേതാക്കൾക്കും പ്രഭുക്കന്മാർക്കും അവരുടെ സേവനങ്ങൾക്ക് പ്രതിഫലമായി ഭൂമി അനുവദിക്കുന്ന ഒരു ഫ്യൂഡൽ ഭൂമി സമ്പ്രദായമായിരുന്നു എന്ത്? ജാഗിർദാരി സിസ്റ്റം. ഈസ് ഇറ്റ് ക്ലിയർ? ഓക്കെയാണ്, മനസ്സിലായി അല്ലേ? മുഗൾ വരുമാന സമ്പ്രദായത്തിന്റെ ഫലപ്രാപ്തി ജാഗിർദാരന്മാരെ പോലെയുള്ള പ്രാദേശിക പ്രതിനിധികളെ ആശ്രയിച്ചിരുന്നു. നമ്മൾ നമുക്കറിയാം. അതായത് മുഗൾ വരുമാന സമ്പ്രദായത്തിന്റെ ഫലപ്രാപ്തി ജാഗിർദാരന്മാരെ പോലെയുള്ള പ്രാദേശിക പ്രതിനിധികൾ ഇതിനു വേണ്ടിയിട്ട് അവരെ നിയമിച്ചിരുന്നു എന്നാണ് പറഞ്ഞത്. ഓക്കെ, ഇറ്റ് ഈസ് സീൻ ആസ് ആൻ എക്സ്റ്റൻഷൻ ഓഫ് ദ ഏർലിയർ ഇക്ത സിസ്റ്റം. ഇതൊരു ഇക്ത സിസ്റ്റം തന്നെയാണ്. ഇക്ത സിസ്റ്റത്തിന്റെ ഒന്നുകൂടെ വിശാലമായ ഒരു സാധനമാണ് ഈ ജാഗിർദാരി സിസ്റ്റം. ഓക്കെ, അപ്പോൾ ഒന്ന് നോട്ട് ചെയ്യാം. ഇറ്റ് ഈസ് സീൻ ആസ് ആൻ എക്സ്റ്റൻഷൻ ഓഫ് ദ ഏർലിയർ ഇക്ത സിസ്റ്റം. അപ്പോൾ ഇക്ത സിസ്റ്റത്തിന്റെ ഒരു എക്സ്റ്റൻഷൻ ലെവലാണ് ഈ ജാഗിർദാരി സിസ്റ്റം. ക്ലിയർ ആണല്ലോ? ഡൽഹി സുൽത്താനേറ്റിന് കീഴിലുള്ള സുൽത്താൻ ഇൽതുമിഷ് അല്ലേ? സുൽത്താൻ ഇൽതുമിഷിന്റെ കീഴിലുള്ള ഇക്ത സിസ്റ്റത്തിന്റെ ഒരു ഒന്നുകൂടിയുള്ള എക്സ്റ്റൻഷൻ ലെവലാണ് ഏത്? ജാഗിർദാരി സിസ്റ്റം എന്ന് പറയുന്നത്. ക്ലിയർ ആണല്ലോ? ഓക്കെ, ഇനി പറയാൻ പോണത് മലയാളം നമ്മൾ റീഡ് ചെയ്തു അല്ലേ? ഇനി ദ ടേം ജാഗിർദാരി ബിക്കെയിം ഫോർമലി റെക്കഗ്നൈസ്ഡ് ആൻഡ് ദ മുഗൾ എംപയർ. ഈ ജാഗിർദാരി എന്നുള്ള സാധനം എന്നാണ് ഒരു ഔദ്യോഗികമായ രൂപം കൊണ്ടത്? മുഗൾ എംപയറിന്റെ കാലഘട്ടത്താണ്. ഒന്ന് നോട്ട് ചെയ്യാം, മുഗൾ എംപയറിന്റെ കാലഘട്ടത്താണ് ഈ പദം ഒന്നുകൂടെ എന്തായത്? പദമല്ല, ഇത് ഒഫീഷ്യലി ഓർഗനൈസ് ചെയ്യപ്പെട്ടത് മുഗൾ എംപയറിന്റെ ആ കാലഘട്ടത്തിലാണ്. സുൽത്താൻ ഗിയാസുദ്ദീൻ തുഗ്ലക് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട് അല്ലേ? വ്യത്യസ്ത പരിഷ്കരണങ്ങൾ കൊണ്ടുവന്ന ഇൽതുമിഷ്, ബൽബൻ, അതുപോലെ ഗിയാസുദ്ദീൻ തുഗ്ലക്, അങ്ങനെയുള്ള ഗിയാസുദ്ദീൻ തുഗ്ലക്, അതുപോലെ ഫിറോസ് ഷാ തുഗ്ലക് ഏർലി പ്രൊപ്പൺ ഓഫ് ലാൻഡ് ഗ്രാൻഡ്സ്. ഇവരൊക്കെ ആയിരുന്നു ഇതിൻ്റെ ആദ്യകാല ആളുകൾ. ഓക്കെ, സുൽത്താൻ ഗിയാസുദ്ദീൻ തുഗ്ലക്, ഫിറോസ് ഷാ തുഗ്ലക് ഭൂമി കൈമാറ്റങ്ങളുടെ ആദ്യകാല വക്താക്കളായിരുന്നു. അപ്പൊ ആദ്യകാല വക്താക്കൾ ആരൊക്കെയായിരുന്നു? സുൽത്താൻ ഗിയാസുദ്ദീൻ തുഗ്ലക്, ഫിറോസ് ഷാ തുഗ്ലക്. ഈ രണ്ടു പേരായിരുന്നു ഈ ഭൂമി കൈമാറ്റങ്ങളുടെ ആദ്യകാല വക്താക്കൾ.
അലാവുദ്ദീൻ ഖൽജിയുടെ കേന്ദ്രീകൃത വരുമാന സൈനിക സമ്പ്രദായം ജാഗിർദാരിയെ സ്വാധീനിച്ചു. അലാവുദ്ദീൻ ഖിൽജിക്ക് കേന്ദ്രീകൃത വരുമാന സൈനിക സമ്പ്രദായം ഉണ്ടായിരുന്നു, അത് ജാഗിർദാരിയെ സ്വാധീനിച്ചു. മനസ്സിലായോ? അലാവുദ്ദീൻ ഖിൽജിക്ക് കേന്ദ്രീകൃത വരുമാന സൈനിക സമ്പ്രദായം ഉണ്ടായിരുന്നു, അത് എന്ത് ചെയ്തു? ജാഗിർദാരി സിസ്റ്റത്തെ നന്നായി സ്വാധീനിച്ചിട്ടുണ്ട്. ഓക്കെ, ക്ലിയർ ആണല്ലോ? അത് ക്ലിയർ ആയി. ഓരോന്ന് ക്ലിയർ ആയിട്ട് ഇങ്ങനെ പോവാം. ഇക്ത എന്നത് ഡൽഹി സുൽത്താൻമാരിൽ നിന്നുള്ള വരുമാനത്തിനായുള്ള നിയമങ്ങളെ സൂചിപ്പിച്ചിരുന്നു അല്ലെ? ഇക്ത സമ്പ്രദായം ഇത് പ്രഭുക്കന്മാർക്ക് സൈനിക സേവനത്തിന് പകരമായി നികുതി പിരിക്കാൻ അനുവാദം നൽകിയ നമ്മൾ നേരത്തെ ഇക്തയെ കുറിച്ച് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ജാഗിർദാരി സിസ്റ്റത്തെ കുറിച്ച് നിങ്ങൾക്ക് എല്ലാം മനസ്സിലായി എന്ന് പറഞ്ഞാൽ നമുക്ക് എക്സാമിന് എഴുതാനുള്ള എല്ലാ സാധനങ്ങളും നമുക്ക് കിട്ടി അല്ലേ? എന്താണ് ജാഗിർദാരി, ഇത് എന്നു മുതലാണ് തുടങ്ങിയത്, ആരൊക്കെയാണ് ഇതിൻ്റെ വക്താക്കൾ, ഇതിൻ്റെ പ്രവർത്തനങ്ങൾ എന്തൊക്കെയായിരുന്നു എന്നൊക്കെ നമ്മൾ ക്ലിയർ ആയി മനസ്സിലാക്കി. ഇനി നമ്മൾ പറയുന്നത് എക്സ്പാൻഷൻ ആൻഡ് റോൾ ഓഫ് ജാഗിർദാസ്. ജാഗിർദാരി സിസ്റ്റത്തിലെ ആളുകളാണ് ജാഗിർദാർ. ആ ജാഗിർദാറുകളുടെ പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണ്, റോള് എന്തൊക്കെയാണ്, അതുപോലെ ഇതിൻ്റെ എക്സ്പാൻഷൻ, അതിൻ്റെ വികാസം എന്തൊക്കെയാണ് എന്നാണ് നമ്മൾ നോക്കുന്നത്. ഓക്കെ, എക്സ്പാൻഷൻ ആൻഡ് റോൾ ഓഫ് ജാഗിർദാസ്, അതുപോലെ എക്സ്പാൻഷൻ. അപ്പൊ ഇതിൻ്റെ എക്സ്പാൻഷൻ എന്ന് പറഞ്ഞാൽ അതിൻ്റെ വികാസവും അതുപോലെ ജാഗിർദാറുകളുടെ പങ്കും എന്തൊക്കെയാണ് എന്നാണ് നമ്മൾ നോക്കുന്നത്. മുഗൾ എംപേഴ്സ് മോഡിഫൈഡ് ദ ജാഗിർദാരി സിസ്റ്റം. മുഗൾ എംപേഴ്സ് എന്ത് ചെയ്തു? ഈ ജാഗിർദാരി സിസ്റ്റത്തെ എന്ത് ചെയ്തു? മുഗൾ എംപേഴ്സ് എന്ത് ചെയ്തു? അതിനെ ഒന്നുകൂടെ പരിഷ്കരിച്ചു, മോഡിഫൈ ചെയ്തു. ആര്? മുഗൾ എംപേഴ്സ് ജാഗിർദാരി സിസ്റ്റത്തെ മോഡിഫൈ ചെയ്തു. മനസ്സിലായല്ലോ? ഡിസ്ട്രിബ്യൂട്ടിംഗ് ജാഗീർസ്. ഓക്കെ, ഡിസ്ട്രിബ്യൂട്ടിംഗ് ജാഗീർസ് ടു കോമ്പൻസേറ്റ് അരിസ്റ്റോക്രാറ്റ്സ്, മിലിറ്ററി ലീഡേഴ്സ് ആൻഡ് ഇൻഫ്ലുവൻഷ്യൽ ഫിഗേഴ്സ് ഫോർ ദെയർ സർവീസസ്. നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട് എന്ത്? മുഗൾ ചക്രവർത്തിമാർ ജാഗിർദാരി സമ്പ്രദായം പരിഷ്കരിച്ചു. പ്രഭുക്കന്മാർക്കും സൈനിക നേതാക്കൾക്കും സ്വാധീനമുള്ള വ്യക്തികൾക്കും അവരുടെ സേവനങ്ങൾക്കുള്ള പ്രതിഫലമായി ജാഗിറുകൾ വിതരണം ചെയ്തു. ജാഗിർ എന്ന് പറഞ്ഞാൽ ഭൂമികൾ വിതരണം ചെയ്തു. അപ്പൊ മുഗൾ ചക്രവർത്തിമാർ എന്ത് ചെയ്തു? ജാഗിർദാരി സമ്പ്രദായം പരിഷ്കരിച്ചു. പ്രഭുക്കന്മാര്, സൈനിക നേതാക്കൾ, അതുപോലെ സ്വാധീനമുള്ള വ്യക്തികൾ അവരുടെ സേവനങ്ങൾക്കുള്ള പ്രതിഫലമായി ജാഗിറുകൾ എന്ന് പറഞ്ഞാൽ ഭൂമി വിതരണം നടത്തി. ഓക്കെ, ഈ ജാഗിർദാസിന്റെ ഒരു എന്താ പറയാ പണി എന്ന് പറയുന്നത്, ജാഗിർദാസ് വേർ ക്രൂഷ്യൽ ഫോർ ടാക്സ് കളക്ഷൻ. അവരെന്ത് ചെയ്യും? ടാക്സ് കളക്ട് ചെയ്യും. അതുപോലെ ലോക്കൽ അഡ്മിനിസ്ട്രേഷൻ, പ്രാദേശികമായ ഭരണം നടത്തും. അതുപോലെ മെയിൻറ്റെയിൻ ലോ, അവർ നിയമം നടപ്പാക്കും. അതുപോലെ ഓർഡർ, അവിടെയുള്ള സോഷ്യൽ ഓർഡർ നടപ്പാക്കും. അതുപോലെ കർഷക എക്കണോമിയെ അവരെന്ത് ചെയ്യും? എന്താ പറയാ, മാനേജ് ചെയ്യും. ഇങ്ങനെ 5 ധർമ്മങ്ങളാണ് ജാഗിർദാറുകൾക്ക് ഉണ്ടായിരുന്നത്. എന്തൊക്കെ? നികുതി കളക്ട് ചെയ്യാം, പ്രാദേശിക ഭരണം നടത്തുക, അതുപോലെ അവിടുത്തെ നിയമങ്ങൾ എന്താ പറയാ മെയിൻറ്റെയിൻ ചെയ്യുക, അവിടെ ഓർഡർ മെയിൻറ്റെയിൻ ചെയ്യുക, അതുപോലെ കാർഷിക വരുമാനങ്ങളെ എന്ത് ചെയ്യുക, കാർഷിക സമ്പത്തിനെ മാനേജ് ചെയ്യുക. ഇങ്ങനെയുള്ള കർത്തവ്യങ്ങളായിരുന്നു ജാഗിർദാരികൾ ചെയ്തിരുന്നത്. ക്ലിയർ ആണല്ലോ? നിങ്ങൾക്ക് മനസ്സിലാവുണ്ടല്ലോ അല്ലേ? ഓക്കെ, സിമ്പിളായിട്ട് ഇങ്ങനെ പറഞ്ഞു പോകും. ദേ ഹാഡ് സിഗ്നിഫിക്കൻറ്റ് പവർ. അവർക്ക് നല്ല അധികാരം ഉണ്ടായിരുന്നു. അതുപോലെ പ്രസ്റ്റീജ്, നല്ല സമൂഹത്തിൽ നല്ല പ്രസ്റ്റീജ്, സ്ഥാനം ഉണ്ടായിരുന്നു. ആക്ടിങ് ആസ് ഇന്റർമീഡിയേറ്റേഴ്സ് ബിറ്റ്വീൻ ദ മുഗൾ അഡ്മിനിസ്ട്രേഷൻ ആൻഡ് ലോക്കൽ പോപ്പുലേഷൻ. മുഗൾ രാജാക്കന്മാരുടെയും അതുപോലെ ഗ്രാമീണ ജനതയുടെയും ഇടയിലുള്ള വർത്തിക്കുന്ന ആളുകളായിരുന്നു, അല്ലെങ്കിൽ ഒരു മീഡിയേറ്റർ ആയിരുന്നു ആര്? ഈ ജാഗിർദാറുകൾ. അപ്പൊ രാജാവിന്റെ സ്ഥാനം കഴിഞ്ഞാൽ പിന്നെയുള്ള സ്ഥാനം ഈ ജാഗിർദാറുകൾക്ക് അത്രയും സ്ഥാനമുള്ള ആളുകളായിരുന്നു ഈ ജാഗിർദാറുകൾ. മനസ്സിലായല്ലോ? മുഗൾ രാജാക്കന്മാരുടെയും താഴെ തട്ടിലുള്ള പ്രാദേശിക ജനങ്ങൾക്കിടയിലുള്ള ഒരു മീഡിയേറ്റർ ആയിരുന്നു ആര്? ഈ ജാഗിർദാറുകൾ. അതായത് നമുക്കിങ്ങനെ പറഞ്ഞു പോയാലേ നമുക്ക് മനസ്സിലാവും എന്താണ് ഈ ജാഗിർദാറുകളുടെ ഒരു ഇതെന്ന് പറഞ്ഞാൽ. ഇപ്പോൾ മുഗൾ ചക്രവർത്തിമാരുണ്ടാവും, ഈ മുഗൾ ചക്രവർത്തിമാരും അതുപോലെ ലോക്കൽ ആളുകൾ ഉണ്ടാവും.
ലോക്കൽ പീപ്പിൾ എന്ന് പറഞ്ഞാൽ പ്രാദേശിക, ഇവർക്കിടയിലുള്ള മധ്യവർത്തിയായിരുന്നു ആര്? ഈ ജാഗിർദാറുകൾ. ഓക്കെ, മനസ്സിലായല്ലോ. ഇങ്ങനെ ഇത്രയും പവറുള്ള ആളുകളായിരുന്നു ഈ ജാഗിർദാറുകൾ എന്നാണ് പറയുന്നത്. മനസ്സിലായിട്ടുണ്ടാവും, കൃത്യമായിട്ട് മനസ്സിലായിട്ടുണ്ടാവും. ഓക്കെ, ഈ ഗ്രാമീണ ആളുകൾ എന്ന് പറഞ്ഞാൽ അവിടെ ഉണ്ടായിരുന്നത് കർഷകരാണ്, അതുപോലെ ആർട്ടിസൻസ് ആണ്, ട്രേഡേഴ്സ് ആണ്, ഇവരുടെ ഒക്കെ ഇടയിലുള്ള ഒരു മീഡിയേറ്റർ ആയിട്ട് ഈ ജാഗിർദാറുകൾ ഉണ്ടായിരുന്നു. മനസ്സിലായല്ലോ. ഓക്കെ, റിലേഷൻഷിപ്പ് വിത്ത് കൾട്ടിവേറ്റേഴ്സ് വാസ് കോംപ്ലക്സ്. എക്സസീവ് ടാക്സേഷൻ ബൈ ജാഗിർദാർ ഓഫൺ ലെഡ് ടു ഗ്രീവൻസസ് എന്ന് പറഞ്ഞാലേ ഇവരെന്താ പറയാ അറിയോ? കർഷകരുമായുള്ള ബന്ധം ഇവർക്ക് സങ്കീർണമായിരുന്നു. ജാഗിർദാർമാർ അമിത നികുതി ചുമത്തിയത് പലപ്പോഴും പരാതികൾക്ക് ഇടയായി. ഇവരെന്ത് ചെയ്യും? കർഷകരിൽ നിന്ന് അമിതമായ നികുതി ചുമത്തിയത് കർഷകർക്ക് താങ്ങാൻ കഴിയില്ല. അങ്ങനെ അത് വൻ പരാതികൾക്ക് കാരണമായി. സ്ഥിരത നിലനിർത്താൻ മുഗൾ ചക്രവർത്തിമാർ ജനങ്ങളെ കേന്ദ്ര അധികാരങ്ങളിൽ നിന്ന് പരിഹാരം തേടാൻ പ്രോത്സാഹിപ്പിക്കും. ഇങ്ങനെയാണ് ജാഗിർദാറിന്റെ എക്സ്പാൻഷൻ, അതുപോലെ ജാഗിർദാറുകളുടെ ഒരു പങ്ക്, റോള് എന്ന് പറയുന്നത്. മനസ്സിലായിട്ടുണ്ടാവും. ഇനി നമുക്ക് പറയാനുള്ളത് വളരെ 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 ഇമ്പോർട്ടൻ്റ് ആണ്, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോട്ട് ചെയ്യുക. അതായത് ജാഗിർദാരി സിസ്റ്റത്തിൻ്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണ്, അതിൻ്റെ സവിശേഷതകൾ എന്തൊക്കെയാണ് എന്നാണ് നമ്മൾ ഈ യൂണിറ്റിൽ പഠിക്കാൻ പോകുന്നത്. ഒന്നാമത്തെ സവിശേഷത, ഗ്രാൻഡ് ഓഫ് റവന്യൂ റൈറ്റ്സ്. ജാഗിർദാർസ് കളക്റ്റഡ് ടാക്സസ് ആൻഡ് ലാൻഡ് റവന്യൂ വിത്ത് എ ഫ്രാക്ഷൻ ഫോർ ദംസെൽവ്സ് ആൻഡ് മോസ്റ്റ് ഗോയിങ് ടു ദ ഇമ്പീരിയൽ ട്രഷറി എന്ന് പറഞ്ഞാൽ വരുമാന അവകാശങ്ങളുടെ അനുദാനം എന്ന് പറഞ്ഞാൽ ജാഗിർദാർമാർ നികുതിയും ഭൂനികുതിയും പിരിക്കും. അതിലൊരു ഭാഗം അവർക്ക് ലഭിക്കും, ഭൂരിഭാഗം രാജകീയ ഖജനാവിലേക്ക് പോകും. ഇതിനൊരു ഫീച്ചറാണ്. അപ്പൊ ജാഗിർദാർമാരാണ് നികുതിയും ഭൂനികുതിയും പിരിക്കുക. അതിലൊരു ഭാഗം അവർക്ക് ലഭിക്കും, ഭൂരിഭാഗം അവരെന്ത് ചെയ്യണം? സെൻട്രൽ ട്രഷറിയിലേക്ക് പോകും. സെൻട്രൽ ട്രഷറിയിലേക്ക് എന്ന് പറഞ്ഞാൽ കേന്ദ്ര ഖജാനയിലേക്ക് പോകും. അപ്പോൾ ഒന്നാമത്തെ സവിശേഷത മനസ്സിലായി. ഇനി രണ്ടാമത്തെ സവിശേഷത, 2, ഹെറിഡിറ്ററി നാച്ചർ. റൈറ്റ്സ് വേർ typically hereditary, though the central authority could intervene. This enhanced the status of Jagirdars എന്ന് പറഞ്ഞാൽ പാരമ്പര്യ സ്വഭാവം, അവകാശങ്ങൾ സാധാരണയായി പാരമ്പര്യമായി കൈമാറ്റം ചെയ്യപ്പെട്ടിരുന്നു. ഇപ്പോൾ ജാഗിർദാർ ഞാനാണെങ്കിൽ എൻ്റെ കാലശേഷം എൻ്റെ മകൻ, ഇങ്ങനെ എന്താ പറയുക, പാരമ്പര്യമായി ജാഗിർദാർ അവകാശങ്ങൾ കൈമാറ്റം ചെയ്യും. എന്നിരുന്നാലും കേന്ദ്ര അധികാരങ്ങൾക്ക് ഇടപെടാൻ ഇതിൽ കഴിയായിരുന്നു. കേന്ദ്ര അധികാരികൾക്ക് ഇതിൽ ഇടപെടാൻ കഴിയും, എന്നാൽ പോലും പാരമ്പര്യമായിട്ട് ഉണ്ടായിരുന്നതാണ് ഈ ജാഗിർദാർ സിസ്റ്റങ്ങൾ. ഇത് ജാഗിർദാർമാരുടെ പദവി ഉറപ്പിച്ചു. കാരണം എന്താ, എൻ്റെ കാലശേഷം എൻ്റെ മകന് എന്ത് ചെയ്യും? ഈ പദവി കിട്ടും. അപ്പൊ നികുതിയൊക്കെ കുറെ പിരിക്കാം, എന്നിട്ട് അതിന് കുറച്ച് കീശേക്കാക്കാം, കുറച്ച് എന്ത് ചെയ്താൽ മതി, രാജാക്കന്മാർക്ക് കൊടു. അപ്പൊ ഇതൊരു സിസ്റ്റമായിരുന്നു. അപ്പൊ ഇതൊരു ജാഗിർദാരി സിസ്റ്റത്തിന്റെ ഒരു ഫീച്ചറാണ്. മൂന്നാമത്തത് ഭരണസൈനിക ചുമതലകൾ. അഡ്മിനിസ്ട്രേറ്റീവ് ആൻഡ് മിലിറ്ററി റെസ്പോൺസിബിലിറ്റി. ജാഗിർദാറിന് എന്ത് ചെയ്യണം? ജാഗിർദാറിന് ചില അധികാരങ്ങൾ ഉണ്ടായിരുന്നു. എന്ന് പറഞ്ഞാൽ അവിടുത്തെ നിയമങ്ങൾ, അവിടുത്തെ ഓർഡറുകൾ, അതുപോലെ ലീഗൽ നോംസുകൾ, അതുപോലെ ലോക്കൽ ഗവേൺസ്, ഇങ്ങനെയുള്ള ചില ഉത്തരവാദിത്തങ്ങൾ ആർക്കുണ്ടായിരുന്നു? ഈ ജാഗിർദാറുകൾക്ക് ഉണ്ടായിരുന്നു. ഓക്കെ, ഓലുടെ പരിപാടി എന്ന് പറഞ്ഞാൽ ക്രമസമാധാനം പാലിക്കുക, നിയമപരമായ മാനദണ്ഡങ്ങൾ നടപ്പിലാക്കുക, പ്രാദേശിക ഭരണം നിരീക്ഷിക്കുക, സൈനിക സേനയെ വിതരണം ചെയ്യുക, ഇങ്ങനെയുള്ള ചുമതലകൾ ആർക്കുണ്ടായിരുന്നു? ഈ ജാഗിർദാറുകൾക്ക് ഉണ്ടായിരുന്നു. ഓക്കെ, ജാഗിർദാറുകൾക്ക് ഉണ്ടായിരുന്നു. അത് മനസ്സിലായല്ലോ, ക്ലിയർ ആയിട്ട് മനസ്സിലായി. ഇനി കേന്ദ്ര അധികാരവുമായുള്ള ബന്ധം ഇവർക്കുണ്ടായിരുന്നു. നമ്മൾ എന്താ പറയുന്നത്? ഫീച്ചേഴ്സ് ഓഫ് ജാഗിർദാരി സിസ്റ്റം, അല്ലേ? ഫീച്ചേഴ്സ് ഓഫ് ജാഗിർദാരി സിസ്റ്റമാണ് നമ്മൾ പറയുന്നത്. അത് നാലാമത്തെ ഫീച്ചേഴ്സ് എന്ന് പറഞ്ഞാൽ റിലേഷൻഷിപ്പ് വിത്ത് സെൻട്രൽ അതോറിറ്റി.
റിലേഷൻഷിപ്പ് വിത്ത് സെൻട്രൽ അതോറിറ്റി, കേന്ദ്ര അധികാരവുമായിട്ട് ഒരു ബന്ധം ഉണ്ടായിരുന്നു. ഒരു രക്ഷാധികാരി അംഗീകൃത ബന്ധം സ്ഥാപിച്ചു. ജാഗിർദാർമാർ തങ്ങളുടെ ജാഗിറുകൾക്ക് പകരമായി വിശ്വസ്തതയും ജാഗിറുകൾ എന്ന് പറഞ്ഞാൽ എന്താ? ഭൂമി. അപ്പൊ ജാഗിർദാറുകൾ തങ്ങൾക്ക് കിട്ടിയ ഭൂമിയുടെ പകരമായി അവർക്ക് സൈനികമായിട്ടുള്ള പിന്തുണ നൽകിയിരുന്നു. ഇതാണ് 4ാമത്തെ സവിശേഷത. ഇതൊക്കെ നമുക്ക് അറിയുന്ന കാര്യങ്ങളാണ്. ജസ്റ്റ് ഇങ്ങനെ എന്താ പറയാ, ഓടിച്ചു പോയാൽ മതി. ഇപ്പൊ തന്നെ പരീക്ഷയ്ക്ക് നമ്മൾ എന്ത് ചെയ്യണം? പ്രിപ്പയർ ചെയ്യണം. എന്നാൽ പരീക്ഷയ്ക്ക് ഒരു പ്രയാസമില്ലാതെ വളരെ നല്ല സ്കോർ നമുക്ക് സോഷ്യൽ ഫോർമേഷൻ ഇന്ത്യയിൽ നേടാൻ കഴിയും. ഓക്കെ, അപ്പോൾ കേന്ദ്ര അധികാരവുമായുള്ള ബന്ധം ഉണ്ടാവും. ഇവർക്ക് കേന്ദ്രത്തിൽ നിന്ന് ഭൂമി കിട്ടിയത് കൊണ്ട് തന്നെ ഇവര് സൈന്യത്തെ എന്ത് ചെയ്യും? ഇവർക്ക് വേണ്ട സപ്പോർട്ടിനായിട്ട് കൊടുക്കും. ഇങ്ങനെയുള്ള ഒരു പിന്തുണ ഇവർ തമ്മിൽ ഉണ്ടായിരുന്നു. 5ാമത്തെ ഒരു സവിശേഷത കൂടി പറയാം. റീജിയണൽ വാരിയേഷൻ. റീജിയണൽ വാരിയേഷൻ എന്ന് പറഞ്ഞാൽ പ്രാദേശികമായ വ്യതിയാനങ്ങൾ. റീജിയണൽ എന്ന് പറഞ്ഞാൽ പ്രാദേശികം, വാരിയേഷൻ എന്ന് പറഞ്ഞാൽ വ്യതിയാനങ്ങൾ. അപ്പൊ പ്രാദേശികമായിട്ടുള്ള വ്യതിയാനങ്ങൾ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ പ്രാദേശിക സാഹചര്യങ്ങളും ഭരണാധികാരികളും കാരണം ഇന്ത്യയിൽ ഉടനീളം ഈ ജാഗിർദാരി സിസ്റ്റം ഇന്ത്യയിൽ പല ദേശത്തും പല കോലത്തിലായിരുന്നു എന്നർത്ഥം. ഇത്രയേ ഉള്ളൂ. പ്രാദേശികമായ വ്യതിയാനങ്ങൾ ഉണ്ടായിരുന്നു. ഇന്ത്യയിൽ ഈ ജാഗിർദാരി സിസ്റ്റം പല നാടുകളിലും പല കോലത്തിലായിരുന്നു ഉണ്ടായിരുന്നത്. ക്ലിയർ ആണല്ലോ? ആ ഫീച്ചേഴ്സ് നമ്മൾ പറഞ്ഞു. 1 വരുമാന അവകാശങ്ങളുടെ അനുദാനം, 2 പാരമ്പര്യ സ്വഭാവം ഉണ്ടായിരുന്നു, 3 ചില മാനദണ്ഡങ്ങൾ നടപ്പാക്കി, അല്ലെ, പ്രാദേശിക ഭരണം നിരീക്ഷിക്കുകയും സൈനിക സേനയെ വിതരണം ചെയ്യുക, അതുപോലെ കേന്ദ്ര അധികാരവുമായുള്ള ഒരു ബന്ധം ഇവർക്കുണ്ടായി, ജാഗിർദാർമാർക്ക് ഉണ്ടായിരുന്നു. അതുപോലെ പ്രാദേശികമായ വ്യതിയാനങ്ങൾ, അല്ലെ, പ്രാദേശിക വ്യതിയാനം പ്രാദേശിക സാഹചര്യങ്ങളും ഭരണാധികാരികളും കാരണം ഇന്ത്യയിൽ ഉടനീളം ഇതിൻ്റെ നടപ്പാക്കൽ വ്യത്യാസപ്പെട്ടിരുന്നു. ഓക്കെ, ഇനി നമ്മൾ പറയാൻ പോണത് നമുക്ക് എന്താ പറയാനുള്ളത്? നമുക്ക് എന്തെങ്കിലുമൊക്കെ പറയാം, അല്ലേ? മെറിറ്റ്സ് ആൻഡ് ഡിമെറിറ്റ്സ് ഓഫ് ജാഗിർദാരി സിസ്റ്റം. അതും ഇമ്പോർട്ടൻ്റ് ആണ്. എല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്, ഇതും ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, അപ്പോൾ മെറിറ്റ്സ് ആൻഡ് ഡിമെറിറ്റ്സ് ഓഫ് ജാഗിർദാരി സിസ്റ്റം. മുഗൾ സമ്പ്രദായത്തിൽ ഉണ്ടായിരുന്ന ജാഗിർദാരി സിസ്റ്റങ്ങളുടെ മെറിറ്റ്സ്, അതിൻ്റെ ഗുണവും അതിൻ്റെ ദോഷവുമാണ് നമ്മൾ ആദ്യം നമുക്ക് ഗുണം പറയാം. ഗുണങ്ങൾ, അല്ലെ? ഗുണങ്ങൾ എന്തൊക്കെയാണ്? 1, അഡ്മിനിസ്ട്രേറ്റീവ് എഫക്റ്റീവ്നെസ്. അഡ്മിനിസ്ട്രേറ്റീവ് എഫക്റ്റീവ്നെസ് ഉണ്ട്, അല്ലേ? എന്ന് പറഞ്ഞാൽ രാജാവ് തന്നെ നേരിട്ട് പ്രദേശങ്ങൾ വന്ന് ഭരിക്കാതെ ഒരു ഇടയാളന്മാരെ വെക്കുക. ഈ ഡീസെൻട്രലൈസേഷൻ, അധികാരത്തെ വികേന്ദ്രീകരിക്കുക, അധികാരത്തെ വ്യത്യസ്ത ആളുകൾക്ക് കൊടുക്കുക, ഇങ്ങനെയുള്ള ഒരു എഫക്റ്റീവ്നെസ് ഇവിടെ ഉണ്ട്. അഡ്മിനിസ്ട്രേറ്റീവ് എഫക്റ്റീവ്നെസ് 1ാമത്തെ ഒരു ഗുണമാണ്. അഡ്മിനിസ്ട്രേറ്റീവ് എഫക്റ്റീവ്നെസ്. ക്ലിയർ ആണല്ലോ? അപ്പോൾ അത് മനസ്സിലായി. ഡീസെൻട്രലൈസ്ഡ് സിസ്റ്റം വിത്ത് ലോക്കൽ ലീഡേഴ്സ് ഫോർ എഫക്റ്റീവ് ഗവേൺസ് ഇൻ വാസ്റ്റ് എംപർ. വലിയ പ്രദേശമാകുമ്പോൾ രാജാവ് തന്നെ നേരിട്ട് ഭരണം നടത്തുക എന്നുള്ളത് വളരെ പ്രയാസമാണ്. അപ്പോൾ ചില ജാഗിർദാർമാരുകളെ വെച്ചുകൊണ്ട് ഈ അധികാരത്തെ വികേന്ദ്രീകരിക്കുക, അധികാരത്തെ വിതരണം ചെയ്യുക എന്നത് വളരെ ഒരു പോസിറ്റീവായ കാര്യമാണ്. അപ്പോൾ 1ാമത്തെ സിമ്പിളായിട്ട് മനസ്സിലായി. ഇനി 2ാമത്തെ, റവന്യൂ കളക്ഷൻ നടത്തുക. ഗ്രാൻഡഡ് കോൺസ്റ്റന്റ് റവന്യൂ ഫോർ ദ സെൻട്രൽ അതോറിറ്റി. അതെ, അതൊരു പോയിന്റ് ആണല്ലോ. കേന്ദ്ര അധികാരത്തിന് എന്ത് വേണം? പൈസ വേണം. ആ പൈസ എന്ത് ചെയ്യും? കൃത്യമായിട്ട് ഇവരെന്ത് ചെയ്യും? പിരിക്കും. ഇതൊരു പോസിറ്റീവാണ്. ഓക്കെ, അപ്പോൾ അതും മനസ്സിലായി. 3ാമത്തത് മിലിറ്ററി സർവീസാണ്. ജാഗിർദാർമാർ എന്ത് ചെയ്യും? സൈന്യത്തെ വിന്യസിപ്പിക്കും. ആവശ്യമായ സാമ്രാജ്യ സുരക്ഷിതത്വം, അല്ലെ, സുരക്ഷിതത്വം നൽകും. സുരക്ഷിതത്വം എന്നുള്ള ഒരു രാജ്യത്തിൻ്റെ വളരെ അനിവാര്യമായ കാര്യമാണ്. അപ്പോൾ 3ാമത്തെ പോയിന്റും നമുക്ക് കൃത്യമായി മനസ്സിലായി. 1ാമത്തത് അഡ്മിനിസ്ട്രേറ്റീവ് എഫക്റ്റീവ്നെസ് ആണ്, 2ാമത്തെ റവന്യൂ കളക്ഷൻ ആണ്, 3ാമത്തത് മിലിറ്ററി സർവീസസ് ആണ്, 4ാമത്തത് മെറിട്രോക്രസി. എന്താ മെറിട്രോക്രസി? മെറിട്രോക്രസി എന്ന് പറഞ്ഞാലേ യോഗ്യത എന്ന് വേണമെങ്കിൽ പറയാം, അല്ലേ? നമുക്കറിയാം, യോഗ്യതയെ അടിസ്ഥാനമാക്കിയിട്ടാണല്ലോ ഈ സ്ഥാനങ്ങൾ നൽകുക. ഇപ്പൊ രാജാക്കന്മാര് ജാഗിർദാർമാരെ വെറുതെ നിയമിക്കുന്നതല്ല, അവരുടെ യോഗ്യതയും കഴിവും ഒക്കെ നോക്കി. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു പോസിറ്റീവ് അവിടെ ഉണ്ട്. കണ്ടോ? മെറിറ്റോക്രസി, മെറിറ്റ് നോക്കിയിട്ട് അധികാരം നൽകുക.
പൊസിഷൻസ് ബേസ്ഡ് ഓൺ ലോയൽറ്റി ആൻഡ് ടാലൻറ്റ് അലോയിങ് കാപ്പബിൾ ഇൻഡിവിജ്വൽസ് ടു റൈസ്. കഴിവുള്ള ആളുകളെ ഉയർത്തിക്കൊണ്ടുവരിക എന്നത് ഇതിലൂടെ സാധ്യമാവും. എല്ലാവർക്കും അധികാരം നൽകില്ല. അപ്പോൾ അവരുടെ കഴിവും സമ്പത്തും കഴിവും പരിചയവും അവരുടെ അധ്വാനവും ഒക്കെ പരിഗണിച്ചുകൊണ്ടാണ് അവർക്ക് അധികാരം നൽകുക. അങ്ങനെ അധികാരം നൽകുമ്പോൾ കഴിവുള്ള ആളുകളെ ഉയർത്തിക്കൊണ്ടുവരിക എന്നുള്ള നല്ലൊരു പോസിറ്റീവ് അവിടെയുണ്ട്. അപ്പോൾ 4 ഗുണങ്ങളാണ് നമ്മളിപ്പോൾ പറഞ്ഞത്. ഓക്കെ, മലയാളം ജസ്റ്റ് നിങ്ങൾക്ക് വേണമെങ്കിൽ വായിച്ചു നോക്കാം. 1, ഭരണപരമായ കാര്യക്ഷമത ഉണ്ടാവും. വിപുലമായ സാമ്രാജ്യത്തിൽ ഫലപ്രദമായ ഭരണത്തിനായി പ്രാദേശിക നേതാക്കളുള്ള വികേന്ദ്രീകൃത സംവിധാനം. 2, വരുമാനം ശേഖരണം. വരുമാനം ശേഖരിക്കാൻ നമ്മൾ പറഞ്ഞു, കേന്ദ്ര അധികാരിക്ക് സ്ഥിരമായ വരുമാനം ഉറപ്പാക്കുന്നുണ്ട്. 3, സൈനിക സേവനമാണ്. ജാഗിർദാർമാർ സൈന്യത്തെ നിലനിർത്തി. ഇത് സാമ്രാജ്യത്തിന്റെ സുരക്ഷിതത്വം വർദ്ധിപ്പിച്ചു. യോഗ്യത, കൂറും കഴിവും അടിസ്ഥാനമാക്കിയുള്ള സ്ഥാനങ്ങൾ കഴിവുള്ള വ്യക്തികൾക്ക് ഉയർന്നു വരാൻ അവസരം നൽകി. ഇങ്ങനെ 4 ഗുണങ്ങളാണ് നമ്മൾ പറഞ്ഞത്. ക്ലിയർ ആയി? ഓക്കെ ആണല്ലോ. ഇനി നമുക്കതിൻ്റെ ഡീമെറിറ്റ്സ് നമുക്ക് കുറേ പറയണ്ടാവും. 1, 2, 3, 4 നമുക്കിതും 4 നമുക്ക് ചുരുക്കാം. ഡീമെറിറ്റ്സ് എന്താണ്? ജാഗിർദാരി സിസ്റ്റത്തിൻ്റെ ഡീമെറിറ്റ്സ് എന്തൊക്കെയാണ് നമുക്ക് നോക്കാം. എക്സ്പ്ലോയിറ്റേറ്റീവ് നാച്ചർ, ഒരു ചൂഷണാത്മകം അല്ലെ, ഒരു ചൂഷണം ഇവിടെ വരില്ലേ? കാരണം എന്താ? കർഷകരിൽ നിന്ന് ജാഗിർദാർമാർ നികുതി പിരിച്ചെടുക്കുന്നത് വളരെ ചൂഷണാത്മകമായിരുന്നു, വളരെ പീഡിപ്പിച്ചുകൊണ്ടായിരുന്നു. ഇത് വളരെയധികം അപകടങ്ങൾ സൃഷ്ടിച്ചിരുന്നു. അപ്പോൾ എക്സ്പ്ലോയിറ്റേറ്റീവ് നാച്ചർ, ചൂഷണ സ്വഭാവം ഇതിൻ്റെ ഒരു ഡീമെറിറ്റ്സ് ആണ്. 2, ലാക്ക് ഓഫ് പെർപെച്വൽ ഓണർഷിപ്പ്. എന്താ? ശാശ്വതമായ ഉടമസ്ഥാവകാശം ഇല്ലായ്മ. കൃത്യമായൊരു ഉടമസ്ഥാവകാശം ഇല്ല. എപ്പോഴും ഈ രാജാക്കന്മാർക്ക് എന്ത് ചെയ്യാൻ തിരിച്ചു വാങ്ങാം. Jagirs were not perpetually owned and could be revoked, causing instability and discouraging long-term investment. നമുക്കറിയാം, ഇത് താൽക്കാലികമായി ആളുകൾക്ക് കൊടുക്കുന്നതാണ് അല്ലെ, രാജാക്കന്മാർ താൽക്കാലികമായി കൊടുക്കുക. അപ്പൊ സ്ഥിരമായിട്ട് വരുമാനം ഇല്ലെങ്കിലുള്ള പ്രശ്നം നമുക്കറിയാലോ. നമുക്ക് ദീർഘകാലത്തിനു വേണ്ടി ഇൻവെസ്റ്റ് ചെയ്യാനോ അതിൽ നിന്ന് കൂടുതൽ ലാഭം കൊയ്യാനോ ഒരു വിശ്വസ്തയോടെ കാര്യങ്ങൾ ചെയ്യാനോ കഴിയില്ല. അതന്നെയാണ് ലാക്ക് ഓഫ് പെർപെച്വൽ ഓണർഷിപ്പ്. ലാക്ക് ഓഫ് പെർപെച്വൽ ഓണർഷിപ്പ്. ഓക്കെ, ഒന്നാമത്തെ എക്സ്പ്ലോയിറ്റേറ്റീവ് നേച്ചർ, ചൂഷണാത്മക സ്വഭാവം ഉണ്ടാവും. അതുപോലെ സ്ഥിരമായ ഉടമസ്ഥത ഇല്ലായ്മ. ഇപ്പൊ 2ാമത്തെയും നമുക്ക് മനസ്സിലായി. 3, സോഷ്യൽ ഇനീക്വാലിറ്റീസ്, സാമൂഹിക അസമത്വം വളരെ പ്രധാനമാണ്. സാമൂഹിക അസമത്വം, നല്ല സാമൂഹിക അസമത്വം ഉണ്ടാവും. കാരണം എന്താ? ചില ആളുകൾക്ക് മാത്രം രാജാവ് ഭൂമി നൽകും അല്ലേ, എല്ലാവർക്കും ഇന്നുണ്ടാവില്ല. ഇങ്ങനെയുള്ള ജാഗിർദാർമാർക്ക് അവർ വലിയ ആളുകളായിട്ട് സമൂഹത്തിൽ പ്രിവിലേജസ് ആയിട്ട് അറിയപ്പെടുകയും വലിയ സംഭവമായിട്ട് അവർ നടക്കുകയും ചെയ്യും അല്ലേ. സാമൂഹിക അസമത്വങ്ങൾ വളരെ പ്രധാനമാണ്. അത് 3ാമത്തെ ഒരു ഡീമെറിറ്റ്സ് ആണ്. 4, ഇൻഎഫക്റ്റീവ് റവന്യൂ കളക്ഷൻ. ഇൻഎഫക്റ്റീവ് ഫലപ്രദമല്ലാത്ത വരുമാന ശേഖരണം. പല ജാഗിർദാറും സംസ്ഥാന വരുമാനത്തേക്ക് വ്യക്തിപരമായ സമ്പത്തിനാണ് മുൻഗണന. അപ്പോൾ സംഭവം രാജാക്കന്മാർക്ക് വേണ്ടി പിരിക്കുകയാണെങ്കിൽ നല്ല അഴിമതിയാണ്, സ്വന്തം പോക്കറ്റ് ഇങ്ങനെ വീർപ്പിക്കുക എന്ന ലക്ഷ്യമായിരുന്നു പല ജാഗിർദാർമാർക്കും ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ഇൻഎഫക്റ്റീവ് റവന്യൂ കളക്ഷൻ, എഫക്റ്റീവ് അല്ലാത്ത വരുമാന കളക്ഷൻ ഇതിൽ വരുന്നുണ്ട്. അപ്പം അത് വളരെ എന്ത് ചെയ്യും? പ്രയാസങ്ങൾ സൃഷ്ടിക്കും. മനസ്സിലായല്ലോ? അങ്ങനെ 4 ഡീമെറിറ്റ്സുകളാണ് നമുക്കിതിൽ പറയാനുള്ളത്. അപ്പോൾ 4 ഡീമെറിറ്റ്സുകളും 4 മെറിറ്റ്സുകളും നമ്മൾ ഈ വിഷയത്തിൽ പറഞ്ഞു. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൻ്റെ മലയാളം വായിച്ചു നോക്കാം. ചൂഷണ സ്വഭാവം. ജാഗിർദാർമാർ പലപ്പോഴും കർഷകർ അമിത നികുതി ചുമത്തി ചൂഷണം ചെയ്തു. ഇത് അസംതൃപ്തിക്ക് കാരണമായി. ശാശ്വത ഉടമസ്ഥത ഇല്ലായ്മ. ജാഗിറുകൾ ശാശ്വതമായി ഉടമസ്ഥാവകാശത്തിൽ ഉണ്ടായിരുന്നില്ല, അവ എപ്പോഴും റദ്ദാക്കാം. ഇത് അസ്ഥിരതക്കും ദീർഘകാല നിക്ഷേപങ്ങളെ നിരുത്സാഹത്തിനും കാരണമായി. 3, സാമൂഹിക അസമത്വങ്ങൾ. ജാഗിർദാർമാർക്ക് പ്രത്യേക അവകാശങ്ങൾ ലഭിച്ചുകൊണ്ട് സാമൂഹ്യ ശ്രേണികളെ ഇത് ശക്തിപ്പെടുത്തി. ഫലപ്രദമല്ലാത്ത വരുമാന ശേഖരണം. പല ജാഗിർദാർമാരും സംസ്ഥാന വരുമാനത്തേക്കാൾ വ്യക്തിപരമായ സമ്പത്തിന് അവരെന്ത് ചെയ്തു? മുൻഗണന നൽകി. ഇങ്ങനെ 4 ഡീമെറിറ്റ്സുകളാണ് ഈ ജാഗിർദാരി സിസ്റ്റത്തിന് ഉള്ളത്. നമുക്ക് കണ്ടിന്യൂ ചെയ്യാം അല്ലേ. ഇനി പറയാനുള്ളത് ഇന്നവേഷൻസ് അണ്ടർ അക്ബർ. അക്ബർ ചക്രവർത്തിക്ക് കീഴിലുള്ള ഇന്നോവേഷൻസ് എന്ന് പറഞ്ഞാൽ എന്താ?
ചില എന്താ പറയുക നവീകരണ പ്രവർത്തനങ്ങൾ, ചില പരിഷ്കരണങ്ങൾ അല്ലെ. നല്ല മലയാളം എന്താ? പരിഷ്കരണം എന്ന് വേണമെങ്കിൽ പറയാം അല്ലേ. അപ്പോൾ അക്ബർ ചക്രവർത്തിക്ക് കീഴിൽ നടപ്പാക്കിയ ചില പരിഷ്കരണങ്ങൾ, ജാഗിർദാരി സിസ്റ്റത്തിലുള്ള പരിഷ്കരണങ്ങൾ എന്തൊക്കെയാണ് എന്നാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, എല്ലാവരും ശ്രദ്ധിച്ച് കേൾക്കണം കേട്ടോ. വളരെ സിമ്പിളാണല്ലോ, നമുക്ക് കഴിഞ്ഞ ക്ലാസ്സുകളൊക്കെ മനസ്സിലായിട്ടുണ്ടാവും. ഈസി ആയിട്ട് ഇങ്ങനെ പറഞ്ഞു പോകാൻ മാത്രമേ ഉള്ളൂ. ചില ടേമുകൾ നമ്മളിങ്ങനെ ബൈ ഹാർട്ടിൽ കൊണ്ടുവരുന്നേ ഉള്ളൂ. ഓക്കെ, അക്ബർ ഇൻ്റഗ്രേറ്റഡ് ദ ജാഗിർദാരി സിസ്റ്റം വിത്ത് ദ മൻസബ് സിസ്റ്റം. അതെ, ഈ ജാഗിർദാരി സിസ്റ്റത്തെ എന്ത് ചെയ്തു പറയോ, മൻസബ് സിസ്റ്റവുമായി ഈ അക്ബർ കൂട്ടിച്ചേർത്തു. അക്ബർ ചക്രവർത്തി എന്ത് ചെയ്തു? ജാഗിർദാരി സിസ്റ്റത്തെയും പ്ലസ് മൻസബ്ദാരി. അപ്പൊ ജാഗിർദാരി സിസ്റ്റം ആരാണ്? അക്ബർ ചക്രവർത്തി. അപ്പൊ അക്ബർ ചക്രവർത്തി എന്ത് ചെയ്തു വെച്ചാല് ജാഗിർദാരി സിസ്റ്റത്തെയും മൻസബ്ദാരി സിസ്റ്റത്തെയും ഒന്നിങ്ങനെ കൂട്ടിച്ചേർക്കാൻ വേണ്ടി ഇദ്ദേഹം ശ്രമിച്ചു. ലിങ്കിങ് മൻസബ്ദാരി റാങ്ക്സ് ടു ലാൻഡ് റവന്യൂ. മൻസബ്ദാരി എന്താണെന്ന് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട് അല്ലെ. മൻസബ്ദാരി എന്ന് പറഞ്ഞാൽ എന്താ? ഈ വരുമാനം കളക്ട് ചെയ്യുന്ന രീതി തന്നെയാണ്. ചില നാട്ടുമൂപ്പന്മാർ എന്ത് ചെയ്യും? കർഷകരിൽ നിന്ന് എന്ത് ചെയ്യും? നികുതികൾ പിരിക്കുകയും അതിൻ്റെ ഒരു ഫിക്സഡ് ഷെയർ സ്റ്റേറ്റിന് കൊടുക്കുകയും ബാക്കി അവർ കയ്യിൽ വെക്കുകയും ചെയ്യും. അപ്പോൾ മൻസബ്ദാരിയെയും ജാഗിർദാരിയെയും കൂട്ടിയോജിപ്പിക്കുക എന്ന പരിഷ്കരണം നടപ്പാക്കിയത് ആരാണ്? അക്ബർ ചക്രവർത്തി അല്ലെ. നമ്മൾ മറ്റേ അക്ബർ ചക്രവർത്തിയാണ് ഈ പരിഷ്കരണം കൊണ്ടുവന്നത്. അപ്പോൾ അത് ഓക്കെ. രണ്ടാമത് സ്ട്രക്ചർഡ് റാങ്കിങ് 10 to 7,000 ഡിഫൈൻ മിലിറ്ററി കമാൻഡ് ആൻഡ് റവന്യൂ റെസ്പോൺസിബിലിറ്റീസ്. അതായത് ക്രമീകരിച്ച റാങ്കിങ് 10 മുതൽ 70,000 വരെ 7,000 വരെ സൈനിക കമാൻഡും വരുമാനം സംബന്ധിച്ച ചുമതലകളും നിർവഹിച്ചു. അപ്പോൾ റാങ്കിങ് സിസ്റ്റം കൊണ്ടുവന്നു ആര്? അക്ബർ ചക്രവർത്തി. ഒരു സൈനിക കമാൻഡും വരുമാനം സംബന്ധിച്ച ചുമതലകളും നിർവഹിച്ചു. അതായത് ഒരു 10 മുതൽ 7,000 റാങ്ക് വരെയുള്ള ആളുകൾ, ഓരോ റാങ്കിലുള്ള ആളുകൾക്കും വ്യത്യസ്തമായ ചുമതല. മൻസബ് എന്ന് പറഞ്ഞാൽ തന്നെ എന്താ? അറബിയിൽ മൻസബ് എന്ന് പറഞ്ഞാൽ തന്നെ സ്ഥാനം എന്നാണ് അർത്ഥം. മൻസബ് സ്ഥാനം. അപ്പോൾ ഓരോ സ്ഥാനത്തിനനുസരിച്ചും ഓരോരുത്തർക്ക് വ്യത്യസ്ത പദവികൾ നൽകി, വ്യത്യസ്ത ശമ്പളങ്ങൾ നൽകി, വ്യത്യസ്ത ചുമതലകൾ നൽകി. അപ്പോൾ മൻസബ്ദാരി എന്ന് പറഞ്ഞാൽ അപ്പൊ തന്നെ മനസ്സിലായി. ജാഗിറുകളുടെ പതിവ് കൈമാറ്റങ്ങൾ, അധികാര കേന്ദ്രീകരണം തടയുകയും കേന്ദ്ര അധികാരത്തോടുള്ള കൂറ് ഉറപ്പാക്കുകയും ചെയ്തു. ജാഗിറുകളുടെ പതിവ് കൈമാറ്റങ്ങൾ, അധികാര കേന്ദ്രീകരണം അക്ബർ ചക്രവർത്തി തടയുകയും കേന്ദ്ര അധികാരത്തോടുള്ള കൂറ് ഉറപ്പാക്കുകയും ചെയ്തു. ഇതാണ് അക്ബർ ചെയ്ത മറ്റൊരു പരിഷ്കരണം. അപ്പൊ ജാഗിർദാറുകൾ സ്വന്തം കീശയിലേക്കാൻ വേണ്ടി ശ്രമിക്കും. ഇങ്ങനെയുള്ള അവസ്ഥയൊക്കെ അക്ബർ ചക്രവർത്തി തടയുകയും കേന്ദ്ര അധികാരത്തോട് നല്ല കടപ്പാടും കൂറും വേണമെന്ന് അക്ബർ ചക്രവർത്തി ആഹ്വാനം ചെയ്തു. ഓക്കെ, പാരമ്പര്യ അവകാശങ്ങളിൽ നിന്ന് മാറി യോഗ്യതയെ അടിസ്ഥാനമാക്കിയുള്ള പ്രമോഷനുകളും ഡിമോഷനുകളും നൽകി. കഴിവുള്ളവർക്ക് പ്രമോഷൻ നൽകി. റാങ്കിങ് സിസ്റ്റം ആണല്ലോ. അപ്പൊ കഴിവ് കൂടുന്നതനുസരിച്ച് റാങ്ക് കൂടും. അപ്പൊ അവർക്ക് ചുമതലകൾ കൂടും, ക്യാഷ് കൂടും, ശമ്പളം കൂടും. ഇങ്ങനെയുള്ള പരിഷ്കരണം. കഴിവ് കുറഞ്ഞവരെ ഇങ്ങനെ എന്താ പറയുക, ഡിമോഷൻ എന്ന് പറഞ്ഞാൽ മേലിൽ നിന്ന് ഇങ്ങനെ തട്ടി 7,000 സ്ഥാനത്തേക്കൊക്കെ ചിലപ്പോൾ എത്തും. ഇങ്ങനെയുള്ള റാങ്കിങ് സിസ്റ്റം നടപ്പാക്കിയത് ആരാണ്? നമ്മുടെ അക്ബർ ചക്രവർത്തിയാണ്. റാങ്കിങ് സിസ്റ്റം. നീതിക്കും സമത്വത്തിനും ഊന്നൽ നൽകി. നീതിക്കും സമത്വത്തിനും ഊന്നൽ നൽകി. ഓക്കെ, നീതിക്കും സമത്വത്തിനും ഊന്നൽ നൽകി. പ്രജകളുടെ ക്ഷേമത്തിനായുള്ള കേന്ദ്ര അധികാരിയുടെ ഉത്തരവാദിത്വം പ്രോത്സാഹിപ്പിച്ചു. അപ്പോൾ നീതിക്കും സമത്വത്തിനും ഊന്നൽ നൽകിയത് അക്ബർ ചക്രവർത്തിയാണ്. അതുപോലെ പ്രജകളുടെ ക്ഷേമത്തിനായുള്ള കേന്ദ്ര അധികാരികളുടെ ഉത്തരവാദിത്വം അദ്ദേഹം പ്രോത്സാഹിപ്പിച്ചു. ഇങ്ങനെയുള്ള പരിഷ്കരണങ്ങൾ കൊണ്ടുവന്ന നേതാവാണ് നമ്മുടെ അക്ബർ ചക്രവർത്തി. ഇസ് ഇറ്റ് ക്ലിയർ? ഓക്കെ, വെരി ക്ലിയർ അല്ലേ? നമുക്ക് ഇനി എക്സ്പാൻഷൻ ഓഫ് അഗ്രികൾച്ചറും കൂടി പറഞ്ഞാലോ. എന്ന് പറഞ്ഞാൽ എക്സ്പാൻഷൻ ഓഫ് അഗ്രികൾച്ചർ എന്ന് പറഞ്ഞാൽ എന്താ? കൃഷിയുടെ എക്സ്പാൻഷൻ എന്ന് പറഞ്ഞാൽ വ്യാപനം. കൃഷിയുടെ വ്യാപനം.
ഓക്കെ, കൃഷിയുടെ വ്യാപനത്തെക്കുറിച്ചാണ് പറയുന്നത്. മിഡീവിയൽ ഇന്ത്യ വാസ് പ്രീഡൊമിനൻ്റ്ലി ആൻഡ് അഗ്രികൾച്ചറൽ സൊസൈറ്റി, മോസ്റ്റ്ലി സെൽഫ് സഫിഷ്യൻറ്റ്. ഇത് നമുക്ക് അറിയുന്ന കാര്യമാണ്. മധ്യകാല ഇന്ത്യ പ്രധാനമായും ഒരു കാർഷിക സമൂഹമായിരുന്നു. നമുക്കറിയാം, മിക്കവാറും സ്വയം പര്യാപ്തമായ ഒരു ടീമായിരുന്നു മിഡീവിയൽ ഇന്ത്യ, മധ്യകാല ഇന്ത്യയിൽ ഉണ്ടായിരുന്നത്. അപ്പോൾ അത്രയേ ഉള്ളൂ. മധ്യകാല ഇന്ത്യ എന്ന് പറഞ്ഞ ഒരു അഗ്രികൾച്ചർ സൊസൈറ്റിയാണ്. കൂടുതൽ ആളുകളും സ്വയം പര്യാപ്തരായ ആളുകളായിരുന്നു. അപ്പോൾ ഒന്നാമത്തെ ഓക്കെ, ക്ലിയർ ആയല്ലോ? ഇത് മനസ്സിലായില്ലേ? ഒന്നാമത്തെ മനസ്സിലായി. അപ്പോൾ അഗ്രികൾച്ചറിന്റെ വ്യാപനത്തെക്കുറിച്ചാണ് പറയുന്നത്. ഡൈവേഴ്സ് ക്രോപ്സ് ഗ്രൗണ്ട്, വ്യത്യസ്തമായ വിത്തിനങ്ങൾ വളർന്നിരുന്നു. റൈസ്, അരി, ഗോതമ്പ്, ബാർലി, പൾസസ്, ഷുഗർ കെയിൻ എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? കരിമ്പ് അല്ലേ? കോട്ടൺ, സ്പൈസസ്, ഇങ്ങനെയുള്ള വ്യത്യസ്ത തരം വിളവുകൾ ഇന്ത്യയിൽ ഉണ്ടായിരുന്നു. നെല്ല്, ഗോതമ്പ്, ബാർലി, പയറുവർഗ്ഗങ്ങൾ, കരിമ്പ്, പരുത്തി, സുഗന്ധവ്യഞ്ജനങ്ങൾ, ഇങ്ങനെയുള്ള പലതരം സാധനങ്ങളും ഇന്ത്യയിൽ ആ മധ്യകാലഘട്ടത്തിൽ കൃഷി ചെയ്തിരുന്നു. അപ്പം മധ്യകാലഘട്ടത്തിലെ കൃഷിയുടെ വ്യാപനത്തെക്കുറിച്ചാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ആ കാലഘട്ടത്തിൽ ചില ടെക്നോളജിക്കൽ അഡ്വാൻസ്മെന്റ് ഉണ്ടായി. ചില ടെക്നോളജിക്കൽ കുതിച്ചുചാട്ടം, അഡ്വാൻസ്മെന്റ് പറഞ്ഞാൽ കുതിച്ചുചാട്ടം. ചില എന്താ പറയുക, ജലസേചന പദ്ധതികൾ, കനാലുകൾ, അതുപോലെ കൃത്യമായ സംവിധാനങ്ങൾ, അതുപോലെ ഇങ്ങനെയുള്ള പുതിയ ടെക്നോളജികൾ വളരെ വലിയ കുതിച്ചുചാട്ടങ്ങൾക്ക് കാരണമായി. കനാലുകൾ, ബന്ധ എന്ന് പറയാം, ജലസേചന സമ്പ്രദായം, വിളവ് സ്ഥിരപ്പെടുത്തുകയും വർദ്ധിപ്പിക്കുകയും ചെയ്തു. ചില എന്താ പറയുക കനാല് പോലെയുള്ള സിസ്റ്റങ്ങൾ ഇന്ത്യയിലെ കൃഷികളെ വളരെയധികം പോസിറ്റീവായിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, ബാധിച്ചു. മൂന്നാമത്തെ പോയിന്റും കൃത്യമായി. ഇനി നാലാമത്തെ, ലാൻഡ് ടെന്നൂർ സിസ്റ്റം varied with feudal lords controlling land and peasants working as tenants or laborers. നമ്മൾ അത് പറഞ്ഞതാണ് കേട്ടോ, കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്. ഭൂമി കൈവകാശ സമ്പ്രദായം അല്ലെ, ഇത് വ്യത്യസ്തമായിരുന്നു. ഫ്യൂഡൽ പ്രഭുക്കന്മാർ ഭൂമി നിയന്ത്രിക്കുകയും കർഷകർ കുടിയാന്മാരായോ തൊഴിലാളികളായോ ജോലി ചെയ്യുകയും ചെയ്തു. ഇതൊക്കെ ഇന്ത്യയിലെ കൃഷിക്ക് കാരണമായിട്ടുണ്ട്. ഓക്കെ, ഭൂമി കൈവശാവകാശ സമ്പ്രദായം വ്യത്യസ്തമായിരുന്നു ഇന്ത്യയിൽ അല്ലേ. ഫ്യൂഡൽ പ്രഭുക്കന്മാർ ഭൂമി നിയന്ത്രിക്കുകയും കർഷകർക്ക് വിട്ടുകൊടുക്കുകയും കർഷകർ അതിലെന്ത് ചെയ്തു, കുടിയാന്മാരൊക്കെ തൊഴിലാളികളൊക്കെ ആയി നന്നായി ജോലി ചെയ്തിരുന്നു. അങ്ങനെ ഇന്ത്യയിൽ വളരെയധികം കൃഷി കൂടി. അപ്പോൾ 4 പോയിന്റ് നമുക്ക് മനസ്സിലായല്ലോ. 5 പോയിന്റ് അല്ലേ. ഒന്ന് എന്താണ്, ഇന്ത്യയിൽ മധ്യകാലഘട്ടം എന്ന് പറഞ്ഞാൽ ഒരു കാർഷിക ടീമായിരുന്നു. അതുപോലെ ഇന്ത്യയിൽ വ്യത്യസ്തമായ കൃഷി ഉണ്ടായിരുന്നു. ഗോതമ്പ്, നെല്ല് പോലെയുള്ള ടെക്നോളജിക്കൽ അഡ്വാൻസ്മെന്റ് ഉണ്ടായിരുന്നു. ലാൻഡ് ടെന്നർ സിസ്റ്റം ഉണ്ടായിരുന്നു. അതുപോലെ അഗ്രേറിയൻ എക്കണോമി, 5ാമത്തത് അഗ്രേറിയൻ എക്കണോമി സെൻസിറ്റീവ് ടു ക്ലൈമാറ്റിക് കണ്ടീഷൻസ് എസ്പെഷ്യലി മൺസൂൺ പാറ്റേൺസ്. നമുക്കറിയാം എന്താണ് ഭൂമി കൈവകാശ സമ്പ്രദായം അല്ല, നമ്മുടെ കാർഷിക സമ്പദ് വ്യവസ്ഥ എന്താ പറയുക, കാലാവസ്ഥ സാഹചര്യങ്ങളുമായി പ്രത്യേകിച്ച് മൺസൂൺ രീതികളുമായി ബന്ധപ്പെട്ടിരുന്നു. നമുക്കറിയാം കാർഷിക സമ്പദ് വ്യവസ്ഥ എന്ന് പറയുന്നത് കാലാവസ്ഥ സാഹചര്യങ്ങളുമായി, ഇന്ത്യയിൽ പ്രത്യേകിച്ച് കാലാവസ്ഥ സാഹചര്യങ്ങളുമായി മൺസൂൺ രീതികളുമായി ബന്ധപ്പെട്ടാണ് ഇന്ത്യയിൽ കാർഷിക വൃത്തികൾ ഉണ്ടായിരുന്നത്. ഓക്കെ, അടുത്ത പോയിന്റ്, സർപ്ലസ് പ്രൊഡ്യൂസ് എക്സ്ചേഞ്ച്ഡ് ഇൻ ലോക്കൽ റീജിയണൽ മാർക്കറ്റ്സ്, സ്പെഷ്യലൈസേഷൻ ഇൻ ക്യാഷ് ക്രോപ്സ്, ഇൻ്റഗ്രേറ്റഡ് എക്കണോമിക്സ് ഇൻ ടു ട്രേഡ് നെറ്റ്വർക്ക്സ്. നമുക്കറിയാം ഇന്ത്യയിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടായ കാലഘട്ടം ഉണ്ടായിരുന്നു. ചിലപ്പോൾ നമുക്ക് നമ്മുടെ ജീവിതത്തിൻ്റെ ആവശ്യത്തിനപ്പുറം നമുക്ക് മിച്ചമായ മൂല്യങ്ങൾ അല്ലെങ്കിൽ മിച്ചമായ കാർഷിക വിളവുകൾ ലഭിച്ചു തുടങ്ങി. അങ്ങനെ ഉണ്ടാവുമ്പോൾ എന്താ, പ്രാദേശിക വിപണികളിൽ അത് കൈമാറ്റം ചെയ്യപ്പെടും. പണവിളകൾ അല്ലെ, സുഗന്ധവ്യഞ്ജനങ്ങൾ, പരുത്തി പോലെയുള്ള വൈദഗ്ധ്യം സമ്പദ് വ്യവസ്ഥയെ വ്യാപാര ശൃംഖലകളുമായി ബന്ധപ്പെടുത്തി. അങ്ങനെ ഇന്ത്യയിൽ വലിയ എന്താ പറയുക കാർഷിക കുതിച്ചുചാട്ടങ്ങൾ ഉണ്ടായി. അപ്പോൾ ഇന്ത്യയിൽ നമുക്ക് ജീവിക്കാൻ ആവശ്യമായ വിഭവങ്ങൾക്കപ്പുറം നമ്മൾ എന്ത് ചെയ്തു, പണവിളകൾ എന്ന് പറഞ്ഞാൽ കാർഷിക വിളകൾക്കപ്പുറം നാണ്യവിളകൾ, ക്യാഷ് ക്രോപ്സുകൾ നമ്മൾ എന്ത് ചെയ്തു, പണം കിട്ടുന്ന തൈകൾ അല്ലെങ്കിൽ വിത്തുകൾ നമ്മൾ ഇന്ത്യയിൽ ഇറക്കുകയും അങ്ങനെ നല്ല ലാഭം ഇന്ത്യയിൽ നിന്ന് ഈ കാലഘട്ടത്തിൽ നമ്മൾ കൊയ്തെടുക്കുകയും ചെയ്തിരുന്നു. മനസ്സിലായല്ലോ? ഓക്കെ, ഇനി കാർഷിക ചക്രങ്ങളുമായി ബന്ധപ്പെട്ട ഉത്സവങ്ങൾ ആഘോഷിക്കപ്പെട്ടു. പലതരം ഉത്സവങ്ങൾ ഇന്ത്യയിൽ കാർഷികവുമായി ബന്ധപ്പെട്ട് പലതരം, വിളവെടുക്കുന്ന സമയത്ത് ചില ഉത്സവങ്ങൾ ഉണ്ടാവും, അത് വിത്തിടുന്ന സമയത്ത് പലതരം പാട്ടുകളും കൊയ്ത്ത് ഉത്സവങ്ങളൊക്കെ ഉണ്ടായി. ഇങ്ങനെ പല ഇങ്ങനെ
എന്താ പറയുക, ഒരു കാർഷിക ആംബിയൻസ് മധ്യകാലത്ത് ഇന്ത്യയിൽ ഉണ്ടായിരുന്നു. മനസ്സിലായല്ലോ? വെരി ക്ലിയർ. ഇനി നമുക്ക് ലാസ്റ്റത്തെ മൻസബ്ദാരി സിസ്റ്റം കൂടെ നമുക്ക് പറഞ്ഞിട്ട് എന്ത് ചെയ്യാം, നമുക്കാണ് അവസാനിപ്പിച്ചാലോ? ഓക്കെ, എന്താണ് മൻസബ്ദാരി സിസ്റ്റം? എന്താ പറയുക, നമ്മൾ ജാഗിർദാരി സിസ്റ്റത്തെ കുറിച്ച് പറഞ്ഞപ്പോൾ തന്നെ നമ്മൾ മൻസബ്ദാരി സിസ്റ്റം നമ്മൾ പറഞ്ഞിരുന്നു. എന്താണ് മൻസബ്ദാരി സിസ്റ്റം? ഓക്കെ, മൻസബ്ദാരി സിസ്റ്റം എന്ന് പറഞ്ഞാൽ ഡിസ്റ്റിങ്ക്റ്റീവ് മിലിറ്ററി അഡ്മിനിസ്ട്രേറ്റീവ് സിസ്റ്റം ഇൻട്രൊഡ്യൂസ്ഡ് ബൈ എംപറർ അക്ബർ ഇൻ ദ ലൈറ്റ് 16th സെഞ്ചുറി. അപ്പോൾ നോട്ട് ചെയ്യുക, അക്ബർ ചക്രവർത്തിയാണ് ഇത് കൊണ്ടുവന്നത്, 16ാം നൂറ്റാണ്ടിലാണ്. ഇതൊരു മിലിറ്ററി അഡ്മിനിസ്ട്രേറ്റീവ് സിസ്റ്റമാണ്. മിലിറ്ററി അഡ്മിനിസ്ട്രേറ്റർ സിസ്റ്റമാണ്. ചക്രവർത്തി അക്ബർ 16ാം നൂറ്റാണ്ടിൻ്റെ അവസാനത്തിൽ ഒരു സവിശേഷ സൈനിക ഭരണ സമ്പ്രദായമാണ് മൻസബ്ദാരി. മൻസബ്ദാരി. ഓക്കെ, ഓർഗനൈസ്ഡ് നൊബിലിറ്റി ബേസ്ഡ് ഓൺ റാങ്ക്സ്. മൻസബ് എന്നാണ് പറയാം. മൻസബ് നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, മൻസബ് എന്ന് പറഞ്ഞാൽ അറബിയിൽ റാങ്ക് എന്നാണ് അർത്ഥം, സ്ഥാനം, മൻസബ്. അപ്പോൾ ഓർഗനൈസ്ഡ് നൊബിലിറ്റി ബേസ്ഡ് ഓൺ റാങ്ക്സ് ഡിറ്റർമിങ് മിലിറ്ററി റെസ്പോൺസിബിലിറ്റി ആൻഡ് അഡ്മിനിസ്ട്രേറ്റീവ് ഡ്യൂട്ടീസ്. നമ്മൾ പറഞ്ഞില്ലേ, റാങ്ക് കൂടുതലുള്ള ആളുകൾക്ക് അവരുടെ വൈദഗ്ധ്യത്തിൻ്റെയും കഴിവുകളുടെയും അടിസ്ഥാനത്തിൽ റാങ്ക് ഉള്ള ആളുകൾക്ക് അവർക്ക് സൈനിക ഉത്തരവാദിത്തങ്ങൾ, അതുപോലെ അധികാര ഉത്തരവാദിത്തങ്ങളൊക്കെ രാജാക്കന്മാർ നൽകിയിരുന്നു. ഓക്കെ, ഇതാണ് മൻസബ്ദാരി സിസ്റ്റം. മനസ്സിലായല്ലോ? അപ്പോൾ ഇത്രയേ ഉള്ളൂ. എന്താ പറയുക, മൻസബ്ദാരി സിസ്റ്റം എന്ന് പറഞ്ഞാൽ പ്രഭുക്കന്മാരെ മൻസബ് എന്ന പദവി അടിസ്ഥാനമാക്കി ക്രമീകരിച്ചു. സൈനിക ചുമതലകളും ഭരണപരമായ കടമകളും അവരായിരുന്നു നിർമ്മിച്ചത്. അതായത് ഉന്നത സ്ഥാനങ്ങളിലുള്ള ആളുകൾക്ക് ഉന്നതമായ ജോലി സാധ്യതകളും പദവികളും ഈ രാജാക്കന്മാർ നൽകും. ഓക്കെ, മൻസബ് ഡിനോട്ട്സ് എ പൊസിഷൻ ഓർ റാങ്ക്. നമ്മൾ പറഞ്ഞിട്ടുണ്ട്, ഡിറ്റർമൈനിങ് സ്റ്റാറ്റസ് ആൻഡ് സാലറി. മൻസബ്ദാർ 5,000 കമാൻഡഡ് ഓർ 5,000 സോൾജേഴ്സ്. നമ്മൾ പറഞ്ഞില്ലേ, ഓരോ മൻസബിനനുസരിച്ചും അവരുടെ പദവി കൂടും. കണ്ടോ, മൻസബ് എന്ന് പറഞ്ഞാൽ ഒരു റാങ്കാണ് അല്ലെങ്കിൽ സ്ഥാനമാണ്. ഇത് പദവിയും ശമ്പളവും നിർണയിച്ചു. മൻസബ്ദാർ 5000 സൈനികരൊക്കെ, 5000 മൻസബ്ദാരും 5000 സൈനികരൊക്കെ അന്ന് ഉണ്ടായിരുന്നു. ഓക്കെ, അപ്പൊ മനസ്സിലായല്ലോ. അപ്പൊ മൻസബ്ദാരി എന്ന് പറഞ്ഞാൽ ഇന്ത്യയിൽ ഉണ്ടായിരുന്ന അക്ബർ ചക്രവർത്തിയുടെ കാലത്തുണ്ടായിരുന്ന ഒരു സൈനിക സവിശേഷ ഭരണ സമ്പ്രദായം ആയിരുന്നു. ഇതൊരു മൻസബിന്റെ അടിസ്ഥാനത്തിലാണ് നിലനിന്നിരുന്നത്. ഉയർന്ന മൻസബുള്ള ആളുകൾക്ക്, ഉയർന്ന റാങ്കുള്ള ആളുകൾക്ക് ഉയർന്ന ഉത്തരവാദിത്തങ്ങൾ, ഉദാഹരണം സൈനിക ഉത്തരവാദിത്തം, അതുപോലെ ഭരണപരമായിട്ടുള്ള ഉത്തരവാദിത്തം, ഇങ്ങനെ അവരുടെ റാങ്കിനനുസരിച്ച് പലതരം ഉത്തരവാദിത്തങ്ങളും രാജാവ് നൽകിയിരുന്നു. ഓക്കെ, ഫോസ്റ്റേർഡ് ലോയൽറ്റി ത്രൂ റിവാർഡ്സ് ആൻഡ് പ്രൊമോഷൻ ബേസ്ഡ് ഓൺ മെറിറ്റ്. അത് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. അവരുടെ കഴിവുകൾക്കനുസരിച്ച് എന്ത് ചെയ്യും, യോഗ്യതയെ അടിസ്ഥാനമാക്കിയുള്ള പ്രതിഫലങ്ങളും അവർക്ക് പ്രൊമോഷനുകളൊക്കെ നൽകിയത് കൊണ്ട് തന്നെ അവർക്ക് ഈ രാജാവിനോടും രാജ്യത്തോടും വളരെയധികം കൂറുണ്ടായിരുന്നു. നല്ല പണിയെടുക്കും. കാരണം എന്താ, പ്രൊമോഷൻ കിട്ടാൻ വേണ്ടി അല്ലേ അവരെന്ത് ചെയ്യും, നല്ല ഇപ്പൊ പ്രൊമോഷൻ കിട്ടുമ്പോഴാണല്ലോ നമുക്കിപ്പോൾ ഒരു ജോലിയിൽ കയറിയിട്ട് അവിടുന്ന് എന്നും ഒരേ ജോലി, എത്ര നല്ല പണിയെടുത്താലും അവിടുത്തെ അങ്ങനെ ആകുമ്പോൾ നമുക്ക് ആത്മാർത്ഥം ഉണ്ടാവില്ല, അല്ലെങ്കിൽ നമ്മൾ കഷ്ടപ്പെട്ട് പണിയെടുക്കില്ല. നമ്മൾ നല്ല വൈദഗ്ധ്യം ഉണ്ടെങ്കിൽ നമ്മുടെ സ്കില്ല് നമ്മൾ പരമാവധി യൂട്ടിലൈസ് ഒരു സ്ഥാപനത്തിൽ ചെയ്താൽ അവിടെ നമുക്ക് സ്ഥാനക്കയറ്റം കിട്ടുകയാണെങ്കിൽ നമ്മൾ നല്ല പണിയെടുക്കും. ഈ ഒരു ഐഡിയ ആയിരുന്നു അക്ബർ ചക്രവർത്തി മൻസബ്ദാരി സിസ്റ്റത്തിലൂടെ നടപ്പാക്കിയത്. മനസ്സിലായി അല്ലേ? അക്ബർ സക്സസേഴ്സ് റിഫൈൻഡ് ആൻഡ് എക്സ്പാൻഡഡ് ദ സിസ്റ്റം. അക്ബറിന്റെ പിൻഗാമികൾ ജഹാംഗീർ, ഷാജഹാൻ എന്ന് ഈ സമ്പ്രദായം കൂടുതൽ പരിഷ്കരിക്കുകയും കൂടുതൽ വികസിപ്പിക്കുകയും ചെയ്തു എന്നാണ് പറയുന്നത്. ഓക്കെ, മനസ്സിലായോ? ഓക്കെ, അക്ബറിന്റെ പിൻഗാമികൾ, ഉദാഹരണം ജഹാംഗീർ, ഷാജഹാൻ ചക്രവർത്തി ഈ സമ്പ്രദായം കൂടുതൽ പരിഷ്കരിക്കുകയും ഒന്നുകൂടെ വികസിപ്പിക്കുകയും ചെയ്തു. ഇനി മറ്റൊരു സാധനമാണ് സാത്ത്. സാത്ത് എന്ന് പറഞ്ഞാൽ അറബിയിൽ ശരിക്കും
ദാത്ത് എന്ന് പറയും. എന്ന് പറഞ്ഞാൽ പേഴ്സണൽ സ്റ്റാറ്റസ്, വ്യക്തിപരമായ സ്റ്റാറ്റസ് അല്ലെങ്കിൽ അവരുടെ റാങ്ക്. ഇത് ഇൻഡിക്കേറ്റിംഗ് സ്റ്റാൻഡിങ് ആൻഡ് സാലറി ഡിഡ് നോട്ട് ഡയറക്ട്ലി റെപ്രസെന്റ് സോൾജേഴ്സ്. നമ്മളിത് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. സാത്ത് എന്ന് പറഞ്ഞാൽ ഒരു പ്രഭുവിൻ്റെ വ്യക്തിപരമായ പദവിയാണ് അല്ലെങ്കിൽ അവരുടെ സംഖ്യാപരമായ റാങ്ക്. ഇത് അവരുടെ നിലയെയും ശമ്പളത്തെയും സൂചിപ്പിക്കും. അപ്പോൾ 1ാം റാങ്കിലുള്ള ആളുകൾക്ക് വളരെ വലിയ ശമ്പളവും നിലയൊക്കെ. ഉദാഹരണത്തിന് സാത്ത് 1000. ഈ 1000 സാത്തിലുള്ള ആളുകൾക്ക് സൈനികരെ നേരിട്ട് പ്രതിനിധീകരിക്കാൻ കഴിയില്ല, കാരണം റാങ്ക് അവർക്ക് കുറവാണ്. അപ്പോൾ ഓരോരുത്തരെയും റാങ്കിനനുസരിച്ച് അവരുടെ സ്ഥാനങ്ങളും ശമ്പളങ്ങളും തിരിച്ചറിയാൻ കഴിഞ്ഞിരുന്ന ഒരു സിസ്റ്റമാണ് മൻസബ്ദാരി സിസ്റ്റം. ഇസ് ഇറ്റ് ക്ലിയർ? വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട് അല്ലേ? ഓക്കെയാണ്. സവാർ എന്ന് പറഞ്ഞാൽ ഒരു മൻസബ്ദാർ നിലനിർത്തുകയും നയിക്കുകയും ചെയ്യുന്ന കുതിരപ്പടയാളികളുടെ എണ്ണത്തിനാണ് സവാർ എന്ന് പറയാം. ഒരു മൻസബ്ദാർ നിലനിർത്തുകയും നയിക്കുകയും ചെയ്യുന്ന കുതിരപ്പടയാളികളുടെ അല്ലെങ്കിൽ അശ്വാരൂഢരുടെ എണ്ണത്തിനാണ് സവാർ എന്ന് പറയാം. മനസ്സിലായിട്ടുണ്ടാവും. അപ്പോൾ സാത്ത് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് മനസ്സിലായി. സവാർ എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. ഒരു മൻസബ്ദാർ, ഇപ്പം ഞാനാണെങ്കിൽ എൻ്റെ കീഴിൽ നിലനിൽക്കുകയും ഞാൻ നയിക്കുകയും ചെയ്യുന്ന കുതിരപ്പടയാളികളുടെ എണ്ണമാണ് സവാർ എന്ന് പറയുന്നത്. സവാർ റാങ്ക് സാത്ത് റാങ്കിനേക്കാൾ കുറവായിരിക്കും. സവാർ റാങ്ക് സാത്ത് റാങ്കിനേക്കാൾ കുറവായിരിക്കും. സാത്ത് മാറ്റാതെ സവാർ വർദ്ധിപ്പിക്കാൻ ജഹാംഗീർ എന്ത് ചെയ്തു? ഒരു പുതിയ അസ്പാസിഹ് അസ്പ എന്ന് പറയുന്ന ഒരു സിസ്റ്റം, അതൊരു പേരാട്ടോ. സവാർ റാങ്ക് കുഡ് ബി ലോവർ ദാൻ സാത്ത്, സാത്തിനേക്കാൾ താഴെ ആയിരിക്കും സവാർ റാങ്ക് ഉണ്ടാവുക. ജഹാംഗീർ ഇൻട്രൊഡ്യൂസഡ് പുതിയൊരു എന്താണ്, എൻ്റെ പേരെന്താണ്, ദുഅസ്പ അല്ലെങ്കിൽ സിഹ് അല്ലെ, സിഹസ്പ, ദുഅസ്പ അല്ലെങ്കിൽ സിഹസ്പ, ദുഅസ്പ അല്ലെങ്കിൽ സിഹസ്പ എന്നുള്ള പുതിയൊരു കൺസെപ്റ്റിനു കൂടെ ജഹാംഗീർ ചക്രവർത്തി തുടക്കം കുറിച്ചു. ജഹാംഗീർ ചക്രവർത്തി തുടക്കം കുറിച്ചു. അപ്പം എന്താന്ന് മനസ്സിലായിട്ടുണ്ടാവും ഈ മൻസബ്ദാരിയുടെ ഒരു സവിശേഷത. ഓക്കെ, ഇനി നമുക്ക് മൻസബ്ദാരിയുടെ ഫീച്ചേഴ്സ് കൂടെ പറയാം. നമ്മൾ എന്താ പറയുക, ജാഗിർദാരിയുടെ ഫീച്ചേഴ്സ് നമ്മൾ പറഞ്ഞിരുന്നു. അതേപോലെ നമുക്ക് മൻസബ്ദാരിയുടെ ഫീച്ചേഴ്സ് കൂടെ നമുക്ക് പറയാം. ഓക്കെ, എന്താണ് ഫീച്ചേഴ്സ് ഓഫ് മൻസബ്ദാരി? ഓക്കെ, നമുക്ക് ഒന്ന് പോയി നോക്കാം. നമുക്ക് തന്നെ അറിയാം ഇത് റാങ്ക് ബേസ്ഡ് ഹെറാർക്കിയാണ് അല്ലേ. മൻസബ്ദാരിയിൽ റാങ്കിനനുസരിച്ചാണ് അവരുടെ പദവിയും സാലറിയും ഉള്ളത് അല്ലേ. നോബിൾസ് ക്ലാസിഫൈഡ് ബൈ മൻസബ്, 10 മുതൽ 7000 വരെ റാങ്കിങ് ഉണ്ടായിരുന്നു. ഇതുപോലെ സ്റ്റാറ്റസ്, സാലറി, അവരുടെ കഴിവ്, അവരുടെ പദവി ഇതിനൊക്കെ അറിയിക്കും അല്ലേ. അവരുടെ എന്താ പറയാ കഴിവുകളൊക്കെ ഇത് വർദ്ധിപ്പിക്കും ചെയ്തിരുന്നു. രണ്ടാമത്തത്, അപ്പോൾ ഒന്ന് കഴിഞ്ഞിട്ടു, റാങ്ക് ബേസ്ഡ് ഹെറാർക്കിയാണ് മൻസബ്ദാരിയുടെ ഒരു സവിശേഷത എന്ന് പറയുന്നത് അല്ലേ. റാങ്ക് ബേസ്ഡ് എന്താ പറയുക ഹെറാർക്കിയാണ്. റാങ്ക് ബേസ്ഡ് ഹെറാർക്കിയാണ് ഇതിൻ്റെ ഒന്നാമത്തെ സവിശേഷത. രണ്ടാമത്തെ, ഡുവൽ മിലിറ്ററി ആൻഡ് അഡ്മിനിസ്ട്രേറ്റീവ് റോൾസ്. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു എന്ത്, ഇരട്ട സൈനിക ഭരണപരമായ ചുമതലകൾ. മൻസബ്ദാർമാർ സൈനിക കമാൻഡർമാരായും സിവിൽ അഡ്മിനിസ്ട്രേറ്ററുമായും പ്രവർത്തിച്ചു. ഒരേ ആള് തന്നെ 2 ഉത്തരവാദിത്തം ഉണ്ടാവും. മൻസബ്ദാർ സൈനിക കമാൻഡർമാരാവും, അതുപോലെ സിവിൽ അഡ്മിനിസ്ട്രേറ്റീവ് ആവും. അപ്പൊ 2 ഉത്തരവാദിത്തം, ഡുവൽ മിലിറ്ററി ആൻഡ് അഡ്മിനിസ്ട്രേറ്റീവ് റോൾസുകൾ അവർക്ക് ഉണ്ടായിരുന്നു. അപ്പൊ 2 ഉത്തരവാദിത്തങ്ങൾ ഉണ്ടായിരുന്നു. മൻസബ്ദാർ സെർവ്ഡ് ആസ് മിലിറ്ററി കമാൻഡേഴ്സ് ആയിട്ടും സിവിൽ അഡ്മിനിസ്ട്രേറ്റർ ആയിട്ടും അവരെന്തിരുന്നു, വർത്തിച്ചിരുന്നു. ഓക്കെ, മൂന്നാമത്തത് സെൻട്രലൈസ്ഡ് അതോറിറ്റി ആൻഡ് ലോയൽറ്റി. നമ്മൾ ജാഗിർദാരിൻ്റെ അവിടെ പറഞ്ഞിരുന്നു ഓരോ മൂപ്പന്മാർക്ക് പ്രത്യേകം അധികാരം ഉണ്ടായിരുന്നു. എന്നാൽ ഇതിൽ കേന്ദ്രീകൃത അധികാര മാറ്റമാണുള്ളത്. കേന്ദ്രത്തിനാണ് അധികാരം. ഓക്കെ, കൂറ് യോഗ്യത അടിസ്ഥാനമാക്കിയുള്ള നിയമനങ്ങൾ, ചക്രവർത്തിയായിട്ടുള്ള നേരിട്ടുള്ള നിയന്ത്രണം. ചക്രവർത്തിക്കാണ് ഇതിൽ കൂടുതൽ അധികാരവും നിയന്ത്രണങ്ങളൊക്കെ ഉള്ളത്. അപ്പൊ മനസ്സിലായോ? കൂറ് യോഗ്യത അടിസ്ഥാനമാക്കിയുള്ള നിയമനങ്ങൾ, ചക്രവർത്തിയുടെ നേരിട്ടുള്ള നിയന്ത്രണങ്ങൾ ശക്തിപ്പെടുത്തി എന്നാണ് പറയുന്നത്. നാലാമത്തെ നമുക്കറിയാം കഴിവിൻ്റെയും അവരുടെ വൈദഗ്ധ്യത്തിൻ്റെയും അടിസ്ഥാനത്തിലായിരുന്നു ഓരോരുത്തർക്കും പ്രമോഷനും ഡിമോഷനും നൽകിയിരുന്നത്. കഴിവ് കൂടിയാൽ അവർക്ക് പ്രമോഷൻ കിട്ടും,
കഴിവ് കെട്ടാൽ അവർക്ക് ഡിമോഷൻ കിട്ടും. ഇങ്ങനെ ഒരു സിസ്റ്റം ആയിരുന്നു മൻസബുദാരി സിസ്റ്റത്തിൽ ഉണ്ടായിരുന്നത്. മനസ്സിലായോ? ഓക്കെ. യോഗ്യതയെ അടിസ്ഥാനമാക്കിയുള്ള സ്ഥാനക്കയറ്റങ്ങൾ, പ്രകടനവും കൂറും അടിസ്ഥാനമാക്കിയുള്ള സ്ഥാനക്കയറ്റങ്ങളും ഡിമോഷനുകളും ഉള്ള വഴക്കമുള്ള ഒരു സംവിധാനമായിരുന്നു ഇത്. കാര്യക്ഷമമായ ഭരണം ഉണ്ടാക്കി. കാരണം നല്ല പണിയെടുക്കും, കഴിവ് കൂടിയാൽ എന്ത് ചെയ്യും, നമ്മളുടെ സ്ഥാനക്കയറ്റം കൂടും, സാലറി കൂടും, സ്ഥാനങ്ങൾ കൂടും, പ്രസ്റ്റീജ് കൂടും. ഇങ്ങനെ ഉണ്ടാകുമ്പോൾ നല്ല പണിയെടുത്തുകൊണ്ട് തന്നെ കാര്യക്ഷമമായ ഭരണം നടപ്പാക്കാൻ ഇതുകൊണ്ട് സാധിച്ചു. അഞ്ചാമത്തെ ഫീച്ചേഴ്സ്, ഓക്കെ, ജാഗിർ റവന്യൂ അസൈൻമെന്റ്സ് compensated via jagirs from local taxation embedding administrative elite into economic framework. ജാഗിർ വരുമാന നിയമനങ്ങൾ പ്രാദേശിക നികുതിയിൽ നിന്നുള്ള ജാഗിറുകൾ വഴി നഷ്ടപരിഹാരം നൽകി ഭരണപരമായ ഉന്നതരെ സാമ്പത്തിക ചട്ടക്കൂടിൽ ഉൾപ്പെടുത്തി. അപ്പോൾ ഭരണപരമായ ഉന്നതരായിരിക്കും സാമ്പത്തിക ചട്ടക്കൂടുകളിൽ ഉണ്ടാവുക. ഇതൊരു സവിശേഷതയാണ്. ആറാമത്തെ സവിശേഷത, ഘടനയുള്ള ഉദ്യോഗസ്ഥപരമായ കാര്യക്ഷമത. വ്യക്തമായ റാങ്ക് അടിസ്ഥാനമാക്കിയുള്ള ശ്രേണി സാമ്രാജ്യത്തിലുടനീളം ഏകോപിത ഭരണവും സൈനിക പ്രവർത്തനങ്ങളും ഉറപ്പാക്കി. ഈ ഉയർന്ന റാങ്കിലുള്ള ആളുകൾ രാജ്യത്തിലുടനീളം ഏകോപിത ഭരണവും സൈനിക പ്രവർത്തനങ്ങളും ഉറപ്പാക്കി. ഇങ്ങനെ 6 ഫീച്ചേഴ്സാണ് ഈ മൻസബുദാരിക്ക് ഉള്ളത്. നമ്മൾ പറഞ്ഞു, റാങ്ക് അടിസ്ഥാനമാക്കിയുള്ള ശ്രേണീകരണം നടക്കുന്നു, ഇരട്ട സൈനിക ഭരണപരമായ ചുമതലകൾ ഉണ്ടാവും, കേന്ദ്രീകൃത അധികാരവും കൂറും ഉണ്ടാവും, അതുപോലെ യോഗ്യതയെ അടിസ്ഥാനമാക്കിയാണ് സ്ഥാനക്കയറ്റങ്ങളും ഇറക്കങ്ങളും ഉണ്ടാവുക, ജാഗിർ വരുമാന നിയമനങ്ങൾ നമ്മൾ പറഞ്ഞു, ഘടനയുള്ള ഉദ്യോഗസ്ഥപരമായ കാര്യക്ഷമത, വ്യക്തമായ റാങ്ക് ഉണ്ടാവുമ്പോൾ അവര് എന്ത് ചെയ്യും, ഏകോപിത ഭരണവും സൈനിക പ്രവർത്തനങ്ങളും എന്ത് ചെയ്യും, ഉറപ്പാകും. ഇങ്ങനെയുള്ള 6 സവിശേഷതകളാണ് ഉള്ളത്. ഇനി ക്ലാസസ് ഓഫ് കൾട്ടിവേറ്റേഴ്സ് ആൻഡ് ഇറിഗേഷൻ സിസ്റ്റം. ഓക്കെ, ഇനി നമുക്ക് പറയാൻ പോകുന്നത് ജസ്റ്റ് പറഞ്ഞ കാര്യങ്ങളൊന്നിങ്ങനെ വിശദമായി പറയാനേ ഉള്ളൂ. അതായത് ക്ലാസസ് ഓഫ് കൾട്ടിവേറ്റേഴ്സ്, പലതരം കൃഷിക്കാരവിടെ ഉണ്ടായിരുന്നു, പലതരം കൃഷിക്കാരുണ്ടായിരുന്നു. പേര് ഒന്ന് നോട്ട് ചെയ്യാൻ കേട്ടോ, ഹുദ് കഷ്ത്. എന്താണ് ഹുദ് കഷ്ത്? വ്യത്യസ്തപരമായ കർഷകർ. റിയായാത്ത് എന്നാണ് അറബി പറയാം, റിയായാത്ത്. ഹുദ് കഷ്ത് എന്താണ്? ഹുദ് കഷ്ത്. പേര് പഠിക്കാനേ ഒന്ന് ആവ് അടിച്ചു വന്നാൽ മതി. ഹുദ് കഷ്ത്, റിയായാത്ത് എന്നാണ് അറബിയിൽ പറയാം. ഓരോ പ്രത്യേകത, റെസിഡൻഷ്യൽ പെസൻസ് ഓൺ ലാൻഡ് പെയ്ഡ് കൺസെഷണൽ ലാൻഡ് റവന്യൂ, ആൾസോ നോൺ ആസ് മിറാസ്ദാർസ് ആൻഡ് ഗുരുഹാല. അതായത് ഗുദ് കാസ്റ്റ് എന്ന് പറഞ്ഞാൽ താമസക്കാരായ കർഷകരാണ്, ഭൂമിയുടെ ഉടമകളായിരിക്കുമല്ലോ. ഇളവ് നിരക്കിൽ ഭൂനികുതി അടച്ചു, അവർക്ക് ചെറിയ ഇളവൊക്കെ ഉണ്ടാവും. മഹാരാഷ്ട്രയിൽ മിറാസ്ദാർമാരെന്നും രാജസ്ഥാനിൽ ഗരുഹാല എന്നുമാണ് ഇവർ അറിയപ്പെടുന്നത്. അപ്പോൾ കൃഷിക്കാരുടെ വിഭാഗങ്ങൾ മുഗൾ കാലഘട്ടത്തിൽ വ്യത്യസ്ത കൃഷിക്കാരുണ്ടായിരുന്നു. ഒന്നാമത് ഹുദ് കാഷ്താണ്. നോട്ട് ചെയ്യുക, പേര് പഠിക്കാൻ പ്രയാസം ഉണ്ടാവും. താമസക്കാരായ കർഷകരായിരുന്നു, അവർ ഭൂമിയുടെ ഉടമകളായിരുന്നു. ഇളവ് നിരക്കിൽ അവർക്ക് ഭൂമിയുടെ നികുതി അടക്കാൻ പറ്റി. മഹാരാഷ്ട്രയിൽ മിറാസ്ദാർമാർ എന്നാണ് അവരെ കുറിച്ച് പറയാം. അതുപോലെ രാജസ്ഥാനിൽ ഗരുഹാല എന്നും അറിയപ്പെട്ടിരുന്നു. രണ്ടാമത്തത് പാഹി കാസ്റ്റ്. എന്താണ് പാഹി കാസ്റ്റ്? പേരുള്ള രസമുണ്ട് അല്ലേ? പാഹി കാസ്റ്റ് എന്ന് പറഞ്ഞാലേ ഔട്ട്സൈഡേഴ്സ് കൾട്ടിവേറ്റിംഗ് റെന്റഡ് ലാൻഡ് ഐദർ റെസിഡൻഷ്യൽ ഓർ നോൺ റെസിഡൻഷ്യൽ. അത്രയേ ഉള്ളൂ. നേരത്തെ പറഞ്ഞതിൻ്റെ വാടകയ്ക്ക് ഭൂമി കൃഷി ചെയ്യുന്ന പുറമേ നിന്നുള്ളവരായിരുന്നു. അവരവരുടെ താമസിക്കുകയും ചെയ്യാം, അല്ലാതിരിക്കുകയും ചെയ്യാം. വാടകയ്ക്ക് ഭൂമി വാങ്ങി അവിടെ കൃഷി ചെയ്യുന്ന പുറമേ നിന്നുള്ള ആളുകളാണ്. താമസിക്കുന്നവരും ആവാം, അല്ലാത്തവരും ആവാം. ഇങ്ങനെ രണ്ടാമത്തെ പാഹി കാസ്റ്റ്. ഇനി മൂന്നാമത്തത് മുസാരിയൻ. മുസാരി എന്ന് പറഞ്ഞാൽ റായത്തീസ്. അറബിയിലെ റായത്തീസ് എന്ന് പറയും. മുസാരിയൻസ്, റായത്തീസ് എന്ന് പറഞ്ഞാൽ ഭൂമിയോ ഉപകരണങ്ങളോ ഇല്ലാത്ത ഗ്രാമീണരാണ്. ഹുദ് കാസ്റ്റ് കർഷകരെ ഇവരെ ആശ്രയിക്കും. താൽക്കാലിക കുടിയാന്മാരായും പാരമ്പര്യ കുടിയാന്മാരായിട്ടും ഇവർ വിഭജിക്കപ്പെട്ടു. അപ്പോൾ ഹുദ് കാസ്റ്റ് കർഷകരെ ആശ്രയിക്കുന്ന ഭൂമിയോ ഉപകരണങ്ങളോ ഇല്ലാത്ത ഗ്രാമീണരാണ് മുസാരിയൻസ്.
ഓക്കെ, മുസാരിയൻസ് എന്ന് പറയുന്നത്. ഓക്കെ, ഭൂമിയോ ഉപകരണങ്ങളോ ഇല്ലാത്ത ഗ്രാമീണരാണ്, ഹുദ്കാസ്റ്റ് കർഷകരെ ആശ്രയിക്കുന്നവരാണ്, താൽക്കാലിക കുടിയാന്മാരായും പാരമ്പര്യ കുടിയാന്മാരായും ഇവരെ വിഭജിക്കപ്പെട്ടു. ഇപ്പൊ എത്രണ്ണായി? 3 എണ്ണം. ഇനി എത്ര എണ്ണം ഉണ്ട്? 1, 2, 3 കഴിഞ്ഞു. ആ 3 തരം ആളുകളാണ് ഉള്ളത്. 1 ഖുദ്കാസ്റ്റ്, 2 പാഹികാസ്റ്റ്, 3 മുസാരിയൻസ്. ഇങ്ങനെ 3 ആളുകളാണ് ഉള്ളത്. ഇനി പറയാൻ പോണതേ, കർഷകർക്ക് ശ്രേണീബദ്ധത ഉണ്ടായിരുന്നു. പണവിളകൾക്ക് ഉയർന്ന വരുമാന നിരക്കുണ്ടായിരുന്നു. പുകയില, ചോളം, ഉരുളക്കിഴങ്ങ്, ചുവന്ന മുളക് പോലുള്ള പുതിയ വിളകൾ ഉൽപാദനം അവിടെ നടന്നിരുന്നു എന്നർത്ഥം. ഓക്കെ, ഇനി ജലസേചന സമ്പ്രദായങ്ങൾ എങ്ങനെയൊക്കെയായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്? ജലസേചന സംവിധാനങ്ങൾ എങ്ങനെയൊക്കെയായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്? മിഡീവിയൽ ഇന്ത്യയിൽ ജലസേചന സമ്പ്രദായം, മധ്യകാല ഇന്ത്യയിൽ ജലസേചന സമ്പ്രദായങ്ങൾ എങ്ങനെയൊക്കെയായിരുന്നു ഉണ്ടായിരുന്നത്? അത് ഇമ്പോർട്ടൻ്റ് ആട്ടോ. അപ്പോൾ കൃഷി എങ്ങനെയൊക്കെയായിരുന്നു നമ്മൾ പറഞ്ഞു. ഇനി മധ്യകാല ഇന്ത്യയിൽ ജലസേചന സമ്പ്രദായങ്ങൾ എങ്ങനെയൊക്കെയായിരുന്നു നമ്മൾ കൃഷി നനക്കാനും കൃഷി വളർത്താനൊക്കെ ജലസേചന മാർഗങ്ങൾ എങ്ങനെയൊക്കെയായിരുന്നു? 1 ടാങ്ക് ജലസേചനമാണ്. അഹർപെയിൻ മഴവെള്ളം ശേഖരിച്ച് വിതരണം ചെയ്യുന്നതിനായുള്ള ജലസംഭരണികളും ചാനലുകളും പ്രാദേശിക സമൂഹങ്ങൾ കൈകാര്യം ചെയ്തു. നമുക്കറിയുന്ന കാര്യങ്ങൾ. ടാങ്ക് ജലസേചനം. 2 പടികിണറുകൾ, ബവോലി എന്നാ പറയാം. ഭൂഗർഭജലം ലഭ്യമാക്കുന്നതിനായുള്ള സങ്കീർണമായ ഘടനകൾ, സാമൂഹ്യ ഒത്തുചേരൽ സ്ഥലങ്ങളായിരുന്നു. ഇങ്ങനെയാണ് പടികിണറുകൾ ഉള്ളത്. അപ്പൊ രണ്ടാമത്തത് ജലസേചന സമ്പ്രദായം പടികിണറുകളാണ്. 1 ടാങ്ക് ജലസേചനമാണ്. 3 കനാലുകളാണ്. നമുക്ക് കനാൽ സിസ്റ്റം നമുക്കറിയാം. മുഗൾ ഭരണാധികാരികൾ നദിയിലെ വെള്ളം ദൂരെയുള്ള വയലുകളിലേക്ക് തിരിച്ചുവിടാൻ വിപുലമായ കനാൽ പദ്ധതികൾ, ആ കനാൽ പദ്ധതികൾ ഇന്നും നമുക്ക് വളരെ വലിയ ഉപകാരമാണ് നമ്മുടെ നാട്ടിലൊക്കെ, അല്ലെ? നമുക്കറിയുന്ന കാര്യം. ഇത് ഉൽപാദനക്ഷമതയും 1ലധികം വിളവെടുപ്പ് ചക്രങ്ങളും വർദ്ധിപ്പിച്ചു. അപ്പൊ ജലസേചനം എങ്ങനെയൊക്കെയായിരുന്നു ഇന്ത്യയിൽ നടപ്പാക്കിയത് എന്നാണ് പറയുന്നത്. 4 ജലം ഉയർത്തുന്ന ഉപകരണങ്ങൾ, പേർഷ്യൻ ചക്രം, റഹത്ത്, ജലം ഉയർത്തുന്നതിനുള്ള കാര്യക്ഷമത. ഇങ്ങനെ പുതിയ ഉപകരണങ്ങൾ, ജലം ഉയർന്ന സ്ഥലങ്ങളിലേക്ക് എത്താൻ വേണ്ടിയുള്ള ചില യന്ത്രങ്ങൾ മധ്യകാലത്ത് ഉപയോഗിക്കും. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്ത്യയിൽ നടപ്പാക്കിയ ജലസേചന സമ്പ്രദായങ്ങൾ. 1 ടാങ്ക് ജലസേചനം, 2 പടികിണറുകൾ, ബവോലി എന്ന് പറയുന്നത്, 3 കനാലുകൾ, 4 ജലമുയർത്തുന്ന വ്യത്യസ്ത തരം ഉപകരണങ്ങളൊക്കെ ഈ മധ്യകാല ഇന്ത്യയിൽ ജലസേചന സമ്പ്രദായങ്ങൾക്ക് വേണ്ടി ഉപയോഗിച്ചിരുന്നു. ഇസ് ഇറ്റ് ക്ലിയർ അല്ലേ? ഏതെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാൻ പറ്റും. ഇനി നമുക്ക് നമുക്ക് നിർത്തുകയാണ് കേട്ടോ. അതുപോലെ മൻസബ്ദാരി സിസ്റ്റത്തിൻ്റെ മെറിറ്റും ഡീമെറിറ്റ്സും, അതിൻ്റെ ഉപകാരവും അതിൻ്റെ ദോഷങ്ങളും. നമ്മൾ ജാഗ്രതാരി സിസ്റ്റത്തിൻ്റെ ഉപകാരങ്ങളും ദോഷങ്ങളൊക്കെ പറഞ്ഞ് നമ്മുടെ മൈൻഡിൽ ഇപ്പോഴും ഉണ്ട്. ഇനി നമ്മൾക്ക് പറയാനുള്ളത് മൻസബ്ദാരിയുടെ മെറിറ്റ്സ് ആൻഡ് ഡീമെറിറ്റ്സ്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. മൻസബ്ദാരി സിസ്റ്റത്തിൻ്റെ മെറിറ്റ്സ് ആൻഡ് ഡീമെറിറ്റ്സ് എന്തൊക്കെയാണ് എന്നാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഒന്നാമത്തത് മെറിറ്റ്സ് എന്താണ് നോക്കാം. എന്തൊക്കെ മെറിറ്റ്സുകളാണ് ഈ മൻസബ്ദാരി സിസ്റ്റത്തിനുള്ളത്? ഒന്നാമത്തെ മെറിറ്റ്സ് സെൻട്രലൈസ്ഡ് അഡ്മിനിസ്ട്രേഷൻ ആണ്. അത് അതായത് കേന്ദ്രീകൃത ഭരണം. അങ്ങനെ കേന്ദ്രീകൃത ഭരണമാകുമ്പോൾ എന്താ വെച്ചാൽ ഭരണങ്ങളൊക്കെ ഏകോപിപ്പിക്കാൻ പറ്റും. പല നാടുകളിലും പല കോലത്തിലാവുമ്പോൾ അത് പ്രശ്നമാണ്. അപ്പോൾ ഈ ഒരു ഏകോപന ഭരണം ഈ മൻസബ്ദാരിയുടെ അടിസ്ഥാന ഘടകമാണ്. അപ്പോൾ സെൻട്രലൈസ്ഡ് അഡ്മിനിസ്ട്രേഷൻ ഒന്നാമത്തെ ക്ലിയർ ആയല്ലോ. അലോഡ് എഫക്റ്റീവ് ഗവേൺസ് ഓഫ് വാസ്റ്റ് എംപർ എൻഷോർ യൂണിഫോം പോളിസീസ്. കണ്ടോ, യൂണിഫോം പോളിസി പറഞ്ഞാൽ എല്ലായിടത്തും ഏകദേശം ഒരേപോലെയുള്ള നിയമങ്ങളൊക്കെ നടപ്പാക്കാൻ സാധിക്കും. ഒന്നാമത്തെ മെറിറ്റ് ആണ്. 2 വെൽ ഓർഗനൈസ്ഡ് മിലിറ്ററി. നല്ല ഓർഗനൈസ്ഡ് ആയ മിലിറ്ററി ഉണ്ടാവും. കാരണം എന്താ, സ്ഥാനങ്ങൾക്ക് അടിസ്ഥാനമായിട്ടാണ് എന്ത് ചെയ്യുന്നത്, അവർക്ക് ഓരോ ഉത്തരവാദിത്തങ്ങൾ നൽകുക. അപ്പോൾ ഒരു നല്ല കാര്യക്ഷമമായിട്ട് എന്ത് ചെയ്യും, നല്ല വെൽ ഓർഗനൈസ്ഡ് മിലിറ്ററി സിസ്റ്റം അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ രണ്ടാമത്തെ മനസ്സിലായി, ഇൻ്റഗ്രേറ്റഡ് മിലിറ്ററി സിസ്റ്റം ഉണ്ടായിരുന്നു. അതുപോലെ നല്ല അഡ്മിനിസ്ട്രേറ്റീവ് പവറുകൾ ഉണ്ടായിരുന്നു. നല്ല കൃത്യമായി ചിട്ടയോടുകൂടെയുള്ള സൈനിക ഭരണം അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ രണ്ടാമത്തെ.
മൂന്നാമത്തെ ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റിയാണ്. ജാഗിർസ് പ്രൊവൈഡഡ് ഇൻകം എൻഷുറിങ് ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി ഓർ അഡ്മിനിസ്ട്രേഷൻ. അതെ, ഈ ജാഗിർമാരെന്ത് ചെയ്യും? നല്ല പണം ആർക്ക് നൽകും? രാജാക്കന്മാർക്ക്, കേന്ദ്രത്തിൽ നൽകും. അപ്പോൾ അതുപയോഗിച്ച് നല്ല ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി, നല്ല വികസനങ്ങൾ കൊണ്ടുവരാനും മാറ്റങ്ങൾ കൊണ്ടുവരാനൊക്കെ അവർക്ക് കഴിഞ്ഞിരുന്നു. ഓക്കെ, ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി ഒരു മെറിറ്റ്സാണ്. മൂന്നാമത്തെ മെറിറ്റ്സ് ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റിയാണ്. ഒന്ന് സെൻട്രലൈസ്ഡ് അഡ്മിനിസ്ട്രേഷൻ, രണ്ട് വെൽ ഓർഗനൈസ്ഡ് മിലിറ്ററി, മൂന്ന് ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി. നല്ല സാമ്പത്തിക സ്ഥിരത ഉണ്ടായിരുന്നു. ഇനി ഡീമെറിറ്റ്സ് എന്തൊക്കെയാണ്? മലയാളം ജസ്റ്റ് നിങ്ങൾക്ക് വേണമെങ്കിൽ വായിക്കാം. ഉപകാരങ്ങൾ, മെറിറ്റ്സ് കേട്ടോ. മെറിറ്റ്സ്: കേന്ദ്രീകൃത ഭരണം, വിപുലമായ സാമ്രാജ്യത്തിൽ ഫലപ്രദമായ ഭരണം കിട്ടി, ഏകീകൃത നയങ്ങൾ നടപ്പാക്കി, നന്നായി ചിട്ടപ്പെടുത്തിയ സൈന്യം ഉണ്ടായിരുന്നു, സൈനിക ഭരണപരമായ ചുമതലകൾ സംയോജിപ്പിച്ചത്, അച്ചടക്കമുള്ള സൈന്യം ഉറപ്പാക്കി, പ്രതിരോധം മെച്ചപ്പെടുത്തി, സാമ്പത്തിക സ്ഥിരതയുണ്ടായിരുന്നു, ജാഗിറുകൾ വരുമാനം നൽകി, ഭരണത്തിനും സൈനിക പ്രവർത്തനങ്ങളും സാമ്പത്തിക സ്ഥിരത ഉണ്ടായിരുന്നു. ഇങ്ങനെ മെറിറ്റ്സുകളാണുള്ളത്. ഇനി നമുക്ക് ഡീമെറിറ്റ്സ് എന്തൊക്കെയാണ് നോക്കാം. ഒന്ന് കറപ്ഷൻസ് ആണ്. കറപ്ഷൻസ് പറഞ്ഞാൽ എന്താ? കറപ്ഷൻസ് എന്ന് പറഞ്ഞാൽ അഴിമതി. മൻസബ്ദാസ് അബ്യൂസ്ഡ് പൊസിഷൻ ഫോർ പേഴ്സണൽ ഗെയിൻ ലീഡിങ് ടു ഇൻഎഫിഷ്യൻസീസ് എന്ന് പറഞ്ഞാൽ അഴിമതി. മൻസബ്ദാർ തങ്ങളുടെ സ്ഥാനങ്ങൾ വ്യക്തിപരമായ നേട്ടങ്ങൾക്ക് ദുരുപയോഗം ചെയ്തു. ഇത് കാര്യക്ഷമത ഇല്ലായ്മക്ക് കാരണമായി. കാര്യക്ഷമത, അപ്പൊ അഴിമതി നല്ലോണം ഉണ്ടായി. രണ്ട്, ഫേവറോട്ടിസം എന്ന് പറഞ്ഞാൽ സ്വജനപക്ഷപാതം. സ്വജനപക്ഷപാതം എന്ന് പറഞ്ഞാൽ നിയമങ്ങളും സ്ഥാനക്കയറ്റങ്ങളും പലപ്പോഴും വ്യക്തിപരമായ കൂറിനെ അടിസ്ഥാനമാക്കിയത്. ഇത് ദുർബലമായ പിന്തുടർച്ചാവകാശ കാലഘട്ടങ്ങളിൽ അസ്ഥിരതക്ക് കാരണമായി. സ്വജനപക്ഷപാതിത്വം, നമ്മളുടെ പക്ഷപാതിത്വം ഉണ്ടാവില്ലേ? നിയമനങ്ങളും സ്ഥാനക്കയറ്റങ്ങളും പലപ്പോഴും വ്യക്തിപരമായ കൂറിനെ അടിസ്ഥാനമാക്കി. ഇത് വളരെ പ്രശ്നമാണ്. വ്യക്തിക്ക് അധികമായ സ്വാതന്ത്ര്യവും സ്വാധീനവും നൽകുന്നത് സ്വജനപക്ഷപാതിത്വത്തിന് കാരണമാകും. ഓക്കെ, മൂന്നാമത്തൊരു ദോഷം എന്ന് പറയുന്നത് സാമൂഹിക അസമത്വങ്ങളാണ്. സാമൂഹിക അസമത്വങ്ങൾ വർദ്ധിപ്പിച്ചു. ഇത് അസമത്വങ്ങൾക്കും ഐക്യത്തെ ബാധിക്കുന്നതിനും കാരണമായി. സാമൂഹിക അസമത്വങ്ങൾ വർദ്ധിപ്പിച്ചു. ഇത് അസമത്വങ്ങൾക്കും ഐക്യത്തെ ബാധിക്കുന്നതിനും കാരണമായി. ഓക്കെ, സാമൂഹിക അസമത്വങ്ങൾ വർദ്ധിപ്പിച്ചു. ഇത് അസമത്വങ്ങളും ഐക്യത്തെ ബാധിക്കുന്നതിനും കാരണമായി. ഓക്കെ, നമുക്ക് വൈൻഡപ്പ് ചെയ്താലോ? റീക്യാപ്പ് അല്ലേ? ലാസ്റ്റ് പോയിന്റ്, നമ്മൾ ഇതിൽ ജാഗിർദാരി സിസ്റ്റത്തെക്കുറിച്ചും മൻസബ്ദാരി സിസ്റ്റത്തെക്കുറിച്ചുമാണ് നമ്മൾ പറഞ്ഞത്. ജാഗിർദാരി സിസ്റ്റം അതിൻ്റെ മലയാളം നമുക്ക് ഇതിൽ വേണമെങ്കിൽ വായിക്കാം. ഇല്ല, മലയാളം കൊടുത്തിട്ടില്ല. ജാഗിർദാരി സിസ്റ്റം എന്താണെന്ന് നമ്മൾ പറഞ്ഞു അല്ലേ? ഓക്കെ, ജാഗിർദാരി സിസ്റ്റം റവന്യൂ അവർ കളക്ട് ചെയ്യും, ബട്ട് ഡിഡ് നോട്ട് ഓൺ ദ ലാൻഡ്. അവർക്ക് സ്വന്തമായി ലാൻഡ് ഉണ്ടായിരുന്നില്ല. ഓക്കെ, അവർ ഒരു മീഡിയേറ്റർ ആയിട്ട് നിയമിക്കുകയാണ് അല്ലേ? രാജാക്കന്മാരുടെയും ലോക്കൽ ബോഡികൾക്കിടയിൽ ഒരു മീഡിയേറ്റർ ആയിരുന്നു. സിസ്റ്റം ഹെൽപ്പ് ഡീസെൻട്രലൈസ്ഡ് അഡ്മിനിസ്ട്രേഷൻ ആയിരുന്നു അവിടെ ഉണ്ടായിരുന്നു അല്ലേ? അധികാരങ്ങൾ വ്യത്യസ്ത പ്രദേശങ്ങളിലെ ആളുകൾക്ക് കേന്ദ്രീകരിക്കുകയായിരുന്നു. എന്നാൽ അക്ബർ ചക്രവർത്തി ജാഗിർദാരിയും മൻസബ്ദാരിയും കൂട്ടിയടിച്ചു അല്ലേ? ഒക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. മൻസബ്ദാരി എന്ന് പറഞ്ഞാൽ റാങ്കിങ് സിസ്റ്റത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഉണ്ടായിരുന്നത് അല്ലേ? നമുക്ക് അതൊക്കെ നമ്മൾ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, മെറിറ്റ് ബേസ്ഡ് പ്രൊമോഷൻസ് ആയിരുന്നു ഇതിലുണ്ടായിരുന്നത്. മൻസബ്ദാരി സിസ്റ്റം എന്ന് പറഞ്ഞാൽ അക്ബർ ചക്രവർത്തിയാണ് കൊണ്ടുവന്നത്. എന്താ പറയുക, റാങ്ക് സിസ്റ്റത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു. അതുപോലെ സാത്ത് എന്ന് പറയുന്ന ഒരു സിസ്റ്റം ഉണ്ടായിരുന്നു. ഓക്കെ, ഇതൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. നമുക്ക് വൈൻഡപ്പ് ചെയ്താലോ? ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻസ് നിങ്ങൾ കിട്ടുന്നില്ലേ നോക്കി. ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻസ്: വാട്ട് വാസ് ദ മൻസബ്ദാരി സിസ്റ്റം? എന്താണ് മൻസബ്ദാരി സിസ്റ്റം? ആരാണ് മുഗൾ എംപറയിൽ മൻസബ്ദാരി സിസ്റ്റത്തെ പരിചയപ്പെടുത്തിയത്? ആരാണ്? മൻസബ്ദാറുകളുടെ റോൾസുകൾ എന്താണ്? ജാഗിർദാരിയുടെ പ്രൈമറി ഫങ്ഷൻസ് എന്തൊക്കെയാണ്? അതൊക്കെ നമ്മൾ പറഞ്ഞതാ. മൻസബ്ദാരിയുടെ അർത്ഥം എന്താണ് അല്ലേ? ഓക്കെ, ഇതൊക്കെ നമുക്ക് അറിയുന്ന കാര്യങ്ങളാണ്. നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. ഏതെങ്കിലും ക്വസ്റ്റ്യൻസ് ഇതിൽ കിട്ടാത്തുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം. എല്ലാ ക്വസ്റ്റ്യൻസും നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. ഓക്കെ, നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.